എന്തെങ്കിലും ഒരു ലക്ഷ്യം പ്രാപിക്കാനൊന്ന് ആഗ്രഹിക്കുകയല്ലേ? നമുക്കൊന്ന് ആഗ്രഹിക്കാം, ഓരോരുത്തർക്കും ഒരു ലക്ഷ്യം കാണാം. فقال عبد الله بن الزبير മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അമ്മാ അന ഫഅതമന്നൽ ഖിലാഫ, എനിക്ക് ഖലീഫയാവണം, ഭരണാധികാരിയാവണം, എന്റെ ആഗ്രഹം അതാണ്. അമ്മാ അന ഫഅതമന്നൽ ഖിലാഫ, എനിക്ക് ഖലീഫയാവണം. വഖാല ഉർവ, മഹാനായ ഉർവ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമ്മാ അന ഫഅതമന്ന അൻ യുഖദ അന്നിൽ ഇൽമ, എന്റെ ആഗ്രഹം ഞാനൊരു വലിയ പണ്ഡിതനായ ആളുകൾ എന്നിൽ നിന്ന് ഇൽമ പഠിക്കണമെന്നാണ്. ആളുകൾ ഇൽമ പഠിക്കാൻ എന്റെ ദർസിലേക്ക് എന്നെ അന്വേഷിച്ചു വരണം, എനിക്ക് ആളുകൾക്ക് ഇൽമ പറഞ്ഞു കൊടുക്കാനാവണം, അതാണ് എന്റെ ലക്ഷ്യമെന്ന് ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. മുസ്അബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമ്മാ അന ഫഅതമന്ന ഇമാറത്തൽ ഇറാഖ്, ഇറാഖിന്റെ ഭരണം എനിക്ക് കിട്ടണം എന്നാണ് എന്റെ ആഗ്രഹം. മുസ്അബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ദീൻ നടപ്പാക്കാൻ, അല്ലാഹുവിന്റെ ദീൻ ലിയുമക്കിനഹും, ദീനനുസരിച്ച് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാൻ ഇറാഖിന്റെ അധികാരം എന്റെ കയ്യിൽ വേണം. വൽജംഉ ബൈനി വബൈന ആയിഷത ബിൻതി തുൽഹ, തുൽഹ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ആയിഷ എന്നവരെ കല്യാണം കഴിക്കുകയും വേണം, എന്റെ ജീവിത സഖിയാക്കണം, ഇറാഖിന്റെ ഭരണാധികാരവും വേണം. വസകീന ബിൻതുൽ ഹുസൈൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട പൊന്നാരമോൾ സകീന ബീവിയെയും എനിക്ക് വിവാഹം ചെയ്യണം, ഇറാഖിന്റെ ഭരണാധികാരിയുമാവണം. ഇനി ഒരാളാണ് ബാക്കിയുള്ളത്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, പ്രിയപ്പെട്ട ഉമർ എന്നവരുടെ മകൻ. അവര് പറഞ്ഞു, അമ്മാ അന ഫഅതമന്നൽ മഗ്ഫിറ, ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണമെന്നാണ്, എനിക്ക് മഗ്ഫിറത്ത് കിട്ടിയാൽ മതി. 4 പേരും കൊതിച്ചു, ആഗ്രഹിച്ചു. ഇത് നമ്മളായിരുന്നെങ്കിൽ എന്തായിരുന്നേനെ ആഗ്രഹിച്ചു പോവാന്നാ ഞാൻ ഇപ്പൊ ആലോചിക്കുന്നത്. ഒന്ന് ആഗ്രഹിച്ചോളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ആഗ്രഹിക്കും? പടച്ചോനൊരു വീട് വേണമെന്നോ, കുട്ടികളെ കെട്ടിക്കണമെന്നോ, അല്ല ഇന്നോവന്റെ പുതിയ മോഡലൊന്ന് കിട്ടിയാൽ തിരക്കേടില്ലാന്നോ, എന്തായിരിക്കും നമ്മൾ പറയാം? എന്തായിരിക്കും നമ്മുടെ ലക്ഷ്യം? മനസ്സിനുള്ളിലെ ആഗ്രഹം എന്തായിരിക്കും? ഉദാഹരണം പറയാം, തമന്നൗ, വലിയ വലിയ ആഗ്രഹങ്ങൾ. ഇമാമുന നബവി റളിയല്ലാഹു അൻഹു, മഹാനായ നബവി റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ടവർക്ക് ജീവിതത്തിൽ ഒരു ആഗ്രഹമുണ്ടായിരുന്നു. 40 വയസ്സായപ്പോഴേക്കും വഫാത്തായ ശാഫിഈ മദ്ഹബിന്റെ പ്രഗൽഭനായ പണ്ഡിതനാണ് ഇമാമുന യഹ്യ ഇബ്നു ശറഫ്. ഇമാമുന നബവി റളിയല്ലാഹു അൻഹു 40 വയസ്സായപ്പോഴേക്കും കിതാബ് രചനയിലായി. വിവാഹം കഴിക്കാൻ മറന്നുപോയിന്ന, സമയം കിട്ടിയില്ല. ഒരു കിതാബ് അത് കഴിഞ്ഞിട്ടാവാം നിക്കാഹ് എന്ന് വിചാരിച്ചു. അപ്പോഴേക്കും വയസ്സ് 40ആയി. ലോകത്തോട് വിട പറയുകയും ചെയ്ത ഇമാമുന നബവി റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ ലക്ഷ്യമുണ്ടായിരുന്നു. മഹാനവറുകൾ പറഞ്ഞത്, എല്ലാ മുസ്ലിമീങ്ങൾക്കും അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവണം, നബിതങ്ങളുടെ ചര്യ പഠിക്കാൻ അവസരമുണ്ടാവണം. അത് എന്ത് ചെയ്യണം? ജീവിതത്തിൽ എല്ലാ ഓരോരുത്തരുടെയും മനുഷ്യരിലെ കാറ്റഗറിയിൽ ചെറിയവർക്കും വലിയവർക്കും പണ്ഡിതർക്കുമൊക്കെ പഠിക്കാൻ പറ്റുന്ന 3 പ്രധാന ഗ്രന്ഥങ്ങൾ, ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതി, പ്രധാനപ്പെട്ട 3 ഗ്രന്ഥങ്ങൾ ഇമാമുന നബി റളിയല്ലാഹു അൻഹു ക്രോഡീകരിച്ചു. അതിലൊന്ന് നബി തങ്ങളുടെ 40 ഹദീസുകളുള്ള അൽ അർബഊന നവവിയ്യ, 40 ഹദീസുകളുടെ സമാഹാരമാണ്. കൊച്ചുകുട്ടികൾക്ക് മുതൽ പഠിക്കാൻ കഴിയും ആ ഒരു കിതാബ് കൊച്ചുമക്കൾക്ക്. പിന്നെ മുതിർന്നവർക്കും അല്ലാത്തവർക്കും റിയാദുസ് സ്വാലിഹീൻ, നമ്മുടെ വീടുകളൊക്കെ കാണില്ലേ അതിന്റെ പരിഭാഷയും കിതാബുമൊക്കെ, റിയാദുസ് സ്വാലിഹീൻ. പിന്നെ വലിയ പണ്ഡിതർക്ക് പഠിക്കാൻ സ്വഹീഹ് മുസ്ലിമിന് ഒരു ശറഹ് എഴുതി, ശർഹ് മുസ്ലിം. ഈ 3 ഗ്രന്ഥങ്ങൾ ഇമാം നബവി തങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യമായിരുന്നു. നമ്മുടെ ലക്ഷ്യം എന്താണ് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടോ? ഈ പരിപാടി കഴിയുമ്പോഴേക്കും ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം, അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും. അള്ളാഹു നമുക്ക് ജീവിതത്തിൽ വലിയ ലക്ഷ്യങ്ങൾ, ഹൈ ഒബ്ജക്റ്റീവ്സ്, നമ്മുടെ ലക്ഷ്യങ്ങൾ പ്രാപിക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മർവാനുൽ ഹമ്മാർ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. മർവാൻ അൽ ഹമ്മാർ, ഹിമാർ എന്ന് പറഞ്ഞാൽ ഡോങ്കി എന്നാണ്.
കഴുതക്കാണ് ഹിമാർ എന്ന് പറയാം. ഹമ്മാർ എന്ന് പറഞ്ഞാൽ കഴുത വാഹനമായി ഓടിക്കുന്ന ഡ്രൈവർക്കാണ് ഹമ്മാർ എന്ന് പറയാം. അങ്ങനെ ഒരു മറുവാൻ ഉണ്ടായിരുന്നു. എവിടെ? സ്പെയിനിൽ. അദ്ദേഹം ഒന്ന് കൊതിച്ചു. എന്താ കൊതിച്ചെന്നറിയോ? എനിക്ക് സ്പെയിനിന്റെ ഭരണാധികാരിയാവണം. ഒരു ടാക്സി ഡ്രൈവർ പറയാം, എനിക്ക് എന്ത് ചെയ്യണം, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവണമെന്നോ അല്ലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവണമെന്നോ, ഒരു സാധാരണ ഒരു ഉന്തുവണ്ടി തള്ളിക്കൊണ്ടുപോകുന്ന ഒരാൾ ഒരു ആഗ്രഹം വെക്കുന്ന പോലെ സ്പെയിനിൽ ജീവിച്ച മറുവാനുൽ ഹമ്മാർ, അദ്ദേഹത്തിന്റെ കൊതി എനിക്ക് സ്പെയിനിന്റെ ഭരണാധികാരിയാവണമെന്നാണ്. തന്റെ 2 കൂട്ടുകാരോട് ഒരുമിച്ചിരുന്നപ്പോ കൂട്ടുകാരോട് ചോദിച്ചു, കൂട്ടുകാരെ, നമുക്ക് 2 പേർക്കൊന്ന്, നമുക്ക് 3 പേർക്കും ഇരുന്ന് ജീവിതത്തിന്റെ ഒരു ലക്ഷ്യം നമുക്കൊന്ന് തയ്യാർ ചെയ്യുകയല്ലേ, എന്തിനാ നമ്മൾ ജീവിക്കുന്നത്, ഒരു ലക്ഷ്യം വേണ്ട എന്ന് ചോദിച്ചു. ഇദ്ദേഹം പറഞ്ഞു, എന്റെ ലക്ഷ്യം അന്തുലസിന്റെ സ്പെയിനിന്റെ ഭരണാധികാരിയാവണമെന്നാണ്. അപ്പൊ തന്റെ കൂടെയുള്ള 2 ഹമ്മാരിയങ്ങൾ വേറെയുമുണ്ട്, കഴുത ഓടിക്കുന്ന 2 പേർ വേറെയുമുണ്ട്. ഒരാൾ പറഞ്ഞു, നിങ്ങളെങ്ങാനും സ്പെയിനിന്റെ ഭരണാധികാരിയാവുകയാണെങ്കിൽ സർവ കഴുതവണ്ടി ഓടിക്കുന്ന ആളുകളുടെ മുഴുവനും യൂണിയൻ നേതാവായിട്ട് എന്നെ നിങ്ങൾ പ്രഖ്യാപിച്ചു തരണം, അത്രയാണ് എന്റെ ആഗ്രഹം. നിങ്ങൾ ഏതായാലും സ്പെയിനിന്റെ ഭരണാധികാരിയാവാൻ പോവല്ലേ, സർവ ഹമ്മാരിങ്ങളുടെയും നേതാവായിട്ട് നിങ്ങൾ എന്നെ തീരുമാനിച്ചേക്കണം, ഒരാൾ പറഞ്ഞു. മറ്റേയാള് കളിയാക്കിയിട്ട് പറഞ്ഞു, അങ്ങനെ നിങ്ങൾ സ്പെയിനിന്റെ ഭരണാധികാരി ആവുകയാണെങ്കിൽ എന്റെ കഴുതയെ എന്റെ പുറത്ത് കയറ്റണം. കഴുതന്റെ പുറത്താണ് ഞാൻ ഇപ്പൊ കയറുന്നത്, ഇനി എന്റെ പുറത്ത് കഴുതയെ വെച്ചേക്കണം. കാരണം അത് സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് വിചാരിച്ചത്. ചരിത്രം വലിയ രസകരമായ ചരിത്രമാണ്. അത് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ മാറ്റിവെക്കുകയാണ്. ഇദ്ദേഹമാണ് പിന്നീട് അൽ ഹാജിബുൽ മൻസൂർ എന്നറിയപ്പെടുന്ന സ്പെയിനിന്റെ ഭരണാധികാരിയായി മാറിയത്. 2 കൂട്ടുകാരെയും വിളിച്ചു, നിന്റെ ആഗ്രഹം എന്താ? സർവ കഴുത തൊഴിലാളികളുടെയും ഡ്രൈവർമാരുടെയും നേതാവാകണമെന്നല്ലേ നിന്നെ നേതാവായി ഞാൻ അവരോധിച്ചു എന്ന് പറഞ്ഞു. മറ്റേ ആള് പറഞ്ഞത്, എന്റെ പുറത്ത് നിങ്ങൾ കഴുതയെ വെച്ച് കെട്ടിയേക്കണം. അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് കഴുതപ്പുറത്ത് ഇയാളെ തലകീഴാക്കി വെച്ചു കൊടുത്തു. നിന്റെ ആഗ്രഹം എന്നോട് പറഞ്ഞത് ഞാൻ സാധിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട്. ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ ഉണ്ടാവുന്നത് അനിവാര്യമാണ്. നമ്മുടെ ചെറുപ്പക്കാരികൾ, ആണുങ്ങളും പെണ്ണുങ്ങളും എന്തിന് ജീവിക്കുന്നു, എന്താ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം? സോണി എന്ന് പറഞ്ഞ കമ്പനി അറിയാലോ, ഒരുപാട് ക്യാമറയും അതുപോലെ തന്നെ മൊബൈൽ ഫോണുകളും TV സെറ്റുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സോണി. അവരാദ്യം 30-30 കൊല്ലങ്ങൾക്ക് മുമ്പ് സ്ഥാപിതമാകുമ്പോൾ അവരുടെ ലക്ഷ്യം ലോകത്തെ നമ്പർ 1 ആവണം എന്നാണ്. അവരുടെ ബ്രാൻഡിങ് അങ്ങനെയാണ്, ഏത് സാധനവും നമ്പർ 1. ആ രീതിയിലാണ് അതിന്റെ പ്രൊഡക്ഷൻ നടന്നത്. ആ ലക്ഷ്യത്തിലേക്ക് അവർ അടുക്കുകയായിരുന്നു. ജപ്പാനിന്റെ ബഹുഭൂരിഭാഗ പ്രദേശങ്ങളും കടുത്ത ഭൂകമ്പത്തിന് വിധേയമാകുന്ന സ്ഥലങ്ങളാണ്, വെള്ളപ്പൊക്കം വരുന്ന സ്ഥലമാണ്, സുനാമി വരുന്ന മേഖലകളാണ്. എന്നിട്ട് പോലും ജപ്പാൻ ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ ചെറിയൊരു ശതമാനം പോലും മുസ്ലിം രാജ്യങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന ദുഃഖാവസ്ഥ. സുബ്ഹാനല്ലാഹ്, എത്രയോ മുസ്ലിം രാജ്യങ്ങൾ ലോകത്തിന്റെ ഭൂപടത്തിലുണ്ട്, എത്രയോ ഉണ്ട്. പക്ഷേ മുസ്ലിം രാജ്യങ്ങൾ ഒന്നാകെ പ്രൊഡ്യൂസ് ചെയ്താൽ പോലും ജപ്പാനുകാർ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ 4 അയലത്തേക്ക് നമുക്ക് എത്താൻ പറ്റുന്നില്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ നടക്കുന്നത് അമേരിക്കയാണത്രേ. മുസ്ലിം രാജ്യങ്ങളുടെ എണ്ണം ആദ്യം കടന്നു വരുന്നത് 28ാമത്തെ നമ്പറാണ്. എന്തുപറ്റി നമുക്ക് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തേ നമുക്ക് പറ്റിപ്പോയത്? ജീവിതത്തിന്റെ ലക്ഷ്യം എന്ത് എന്ന് മനസ്സിലാക്കാതെയുള്ള മനുഷ്യന്റെ ഓട്ടമാണ്, ശരീരേച്ഛകൾക്ക് പിന്നാലെയുള്ള ഓട്ടമാണ്. മദ്യപാനവും വ്യഭിചാരവും ഭക്ഷണം കഴിക്കലും ഭോഗിക്കുക സുഖിക്കുക എന്നതിനപ്പുറം ജീവിതത്തിന് ലക്ഷ്യമില്ല എന്ന് മനുഷ്യൻ ചിന്തിച്ചു തുടങ്ങുന്നു. പ്ലൂട്ടോ എന്ന് പറയുന്ന തത്വചിന്തകൻ, അഫ്ലാത്തൂൻ എന്ന അറബിയിൽ പറയും, പ്ലൂട്ടോ എന്താണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞത്, God has created this world and he forgot it. So you can see people are struggling and they are dazzled and confused. പ്രപഞ്ചം ഉണ്ടാക്കിയ പടച്ചതമ്പുരാൻ, പ്ലൂട്ടോ പറയാണ് കേട്ടോ, പ്ലൂട്ടോ പറഞ്ഞ വാക്കാണിത്.
പ്രപഞ്ചമുണ്ടാക്കിയ പടച്ച തമ്പുരാൻ പ്രപഞ്ചമുണ്ടാക്കി ദൈവം തമ്പുരാൻ അങ്ങ് മറന്നുപോയി. അതുകൊണ്ടാ ജനങ്ങളൊക്കെ ഒരു അന്ധാളിപ്പിൽ ഇങ്ങനെ ജീവിക്കുന്നത്. പടച്ച തമ്പുരാന് പോലും മറന്നുപോയി ഞാൻ എന്തിനായി പ്രപഞ്ചമുണ്ടാക്കിയത് എന്ന് വിളിച്ചു പറഞ്ഞ തത്വചിന്തകൻ പ്ലൂട്ടോ. ശുദ്ധ ഖുർആൻ പറയുന്നു, വമാ കാന റബ്ബുക നസിയാ, നബിയെ അങ്ങയുടെ രക്ഷിതാവ് മറന്നു പോകുന്നവനല്ല. അല്ലാഹ് മറന്നുപോയി എന്നാ മുമ്പ് പറഞ്ഞത്. വമാ കാന റബ്ബുക നസിയാ, അല്ലാഹു ഒരിക്കലും മറന്നു പോകുന്നവനല്ല നബിയെ, അല്ലാഹ് മറന്നിട്ടില്ല. കാർൽ മാക്സ് ഉണ്ട്, കമ്മ്യൂണിസം ലോകത്തെ വിഭാവനം ചെയ്ത കാർൽ മാക്സ്. അദ്ദേഹം പറഞ്ഞത്, God has created this world to play and have fun. ദൈവം ഈ പ്രപഞ്ചമുണ്ടാക്കിയത് ഒരു തമാശക്കുണ്ടാക്കിയതാണ്. ദൈവം പ്രപഞ്ചമുണ്ടാക്കിയത് തമാശക്കാണത്രേ. So he created the creations to have fun. അല്ലാഹു തആല സൃഷ്ടികളെ ഉണ്ടാക്കിയത് സൃഷ്ടിപ്പ് നടത്തി രസിക്കാനാണത്രേ. ഇതാണ് കാർൽ മാക്സ് എഴുതി വെച്ചത്. ഇവർക്കൊന്നും ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്നറിയാൻ പറ്റിയിട്ടില്ല. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മണ്ണിൽ നിന്ന് ജന്മം കൊണ്ട ആദം നബി അലൈഹിസ്സലാം, അവർക്ക് ശേഷം നുത്ഫയിൽ നിന്ന് സ്പേമിൽ നിന്ന് ജന്മമെടുക്കുന്ന ശിശുക്കൾ, ചിന്തിക്കാനുള്ള കഴിവും അതിസങ്കീർണമായ ബ്രെയിൻ സെല്ലുകളും തലച്ചോറിൽ കൊടുത്ത് വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയ ഫങ്ഷൻസ് പ്രോഗ്രാമിംഗ് തലയിൽ കൊടുത്തിട്ട് മനുഷ്യനെ രണ്ട് കാലിൽ നടത്തുന്ന അള്ളാഹു കാര്യമായൊരു ലക്ഷ്യം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. വെറുതെ അങ്ങ് പടച്ചുവിട്ടതല്ല. വമാ കാന റബ്ബുക നസിയ, പ്ലൂട്ടോ പറഞ്ഞ പോലെ നമ്മങ്ങ് പടച്ചുവിട്ട് അല്ലാഹ് മറന്നുപോയോ? മറന്നുപോയതല്ല. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുകളെയും മനുഷ്യരെയും ഞാൻ പടച്ചത് എന്നെ വണങ്ങാനും എന്നെ അറിയാനും എനിക്ക് ഇബാദത്ത് ചെയ്യാനുമാണ്. പള്ളികൾക്കപ്പുറം ഇബാദത്തുണ്ട്, നിസ്കാരത്തിനപ്പുറം ഇബാദത്തുണ്ട്, നോമ്പിനപ്പുറം ഇബാദത്തുണ്ട്. ഒരു മനുഷ്യന്റെ തിന്നുന്നതും കുടിക്കുന്നതും ഉറങ്ങുന്നതും അടക്കം ഇബാദത്താക്കി മാറ്റാൻ പറ്റും. മഹാന്മാര് പറയുമായിരുന്നു, ഇന്നീ ലഅഹ്തസിബു നൗമതി കമാ അഹ്തസിബു ഖൗമതി. രാത്രി ഞാൻ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന നിസ്കാരത്തിന് അള്ളാഹു കൂലി തരുമെന്ന് പ്രതീക്ഷിക്കുന്ന പോലെ ഞാൻ ഉറങ്ങുന്ന ഉറക്കത്തിലും അള്ളാഹു എനിക്ക് പ്രതിഫലം നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എങ്ങനെ ഉറക്കത്തിൽ പ്രതിഫലം കിട്ടുന്നോ? അതിനർത്ഥം എന്താ? ഞാൻ ഉറങ്ങുന്നത് ഇനി ചെയ്യാൻ പോകുന്ന കാര്യത്തിന് ഉന്മേഷമുണ്ടാവാനാണ്. ഞാൻ ഭക്ഷണം കഴിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമുള്ള ഒരു നന്മ ചെയ്യണമെങ്കിൽ ആരോഗ്യം വേണ്ടേ? അതിനാ ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെയാണ് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ലക്ഷ്യമുണ്ട്, ഇരിക്കുമ്പോൾ ലക്ഷ്യമുണ്ട്, നിൽക്കുന്നതിന് ലക്ഷ്യമുണ്ട്, നടക്കുന്നതിന് ലക്ഷ്യമുണ്ട്. അങ്ങനെ വന്നാൽ ജീവിതം മുഴുവനും ഇബാദത്താണ്. നമ്മുടെ ചെറുപ്പക്കാർക്ക് എന്താണ് ഇപ്പോ ജീവിതത്തിന്റെ ലക്ഷ്യം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഏതെങ്കിലും ഒരു പെണ്ണിനെ കൂടെ കൂട്ടിക്കണം നടക്കണമെന്നോ, ഒരു പെൺകുട്ടിക്ക് എന്റെ സൗന്ദര്യം കണ്ട് 4 ആളുകൾ ഒന്ന് അട്രാക്റ്റഡായി എന്റെ പിന്നാലെ കൂടണമെന്നോ, അല്ലെങ്കിൽ കല്യാണം കഴിച്ചൊരു കുടുംബജീവിതമായി ഒതുങ്ങിക്കൂടണമെന്നോ, ഒരു ഡിഗ്രിയും PG ഒക്കെ എടുത്തിട്ട് ഒരു ജോലി കിട്ടി ശമ്പളം വാങ്ങിച്ച് അങ്ങനെ ജീവിക്കണം. എന്താണ് നമ്മുടെ ലക്ഷ്യം? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ ഉമർ അൽ ഫാറൂഖ് തങ്ങളുടെ പ്രിയപ്പെട്ട പേരക്കുട്ടിയാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. വലിയ മഹാനാണ്. ഖബറിലേക്ക് വെച്ചപ്പോഴാ ഒരു കടലാസ് കിട്ടിയത്. റുഖഅ, ഒരു കടലാസ് കിട്ടുന്നു ഖബറിൽ നിന്ന്. എഴുതിയിരിക്കുകയാണ്, ഹാദാ ഇത്ഖുക മിനൻ നാർ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, നിങ്ങൾ നരകത്തിൽ നിന്ന് മോചിതനാണ് എന്ന് അടയാളപ്പെടുത്തിയ അറിയിക്കാനുള്ള അടയാളമാണിത് എന്ന്. അങ്ങനത്തെ മഹാനാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്ന അമവി ഭരണാധികാരി. അവര് പറയുമായിരുന്നു, ഇന്നലീ നഫ്സൻ തവാഖ, എന്റെ ശരീരം ലക്ഷ്യങ്ങൾ കണ്ട് പ്രവർത്തിക്കുന്ന ശരീരമാണ്. നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇന്ന് അതാണ് വേണ്ടത്, ലക്ഷ്യത്തിലേക്കുള്ള നടത്തം. ഇന്നലീ നഫ്സൻ തവാഖ തമന്നൈതു യൗമൻ അൻ അതസവ്വജ ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക്. അന്നൊരിക്കൽ ഞാൻ മദീനയിൽ ഒരു ചെറുപ്പക്കാരനായി, ഒരു യങ് അഡൽട്ടായി ജീവിക്കുമ്പോ
ഞാൻ കൊതിച്ചുപോയി അബ്ദുൽ മലിക് ബിൻ മർവാൻ എന്ന രാജാവിന്റെ പുത്രി ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക്കിനെ, ഫാത്തിമയെ കല്യാണം കഴിക്കണമെന്ന്. നബിയുടെ മോളല്ല, പിൽക്കാലത്ത് വന്ന ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക് ബിൻ മർവാനിന്റെ മകൾ ഫാത്തിമയെ കല്യാണം കഴിക്കണമെന്ന് ഞാൻ കൊതിച്ചു. എന്റെ ശരീരത്തിന് ആഗ്രഹമുണ്ടായി. ഫതസവ്വജ്തുഹാ. അങ്ങനെയാണ് അദ്ദേഹം സാധാരണ യുവാക്കളെ പോലെ ജീവിതത്തിന്റെ ആഡംബരങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയി കഴിഞ്ഞൊരു കാലമുണ്ടായിരുന്നു. അന്നത്തെ കൊതി അതായിരുന്നു, ഫാത്തിമയെ കല്യാണം കഴിക്കണം. തസവ്വജ്തുഹാ, അതെനിക്ക് സാധ്യമായി. വതമന്നൈതു അൻ അകൂന വാലിയൻ അലൽ മദീന. പിന്നെ എനിക്കൊരു ആഗ്രഹം വന്നു, മുത്തുനബി തങ്ങളുടെ മദീനയുടെ ഭരണാധികാരിയാവണമെന്ന്, മദീനയുടെ ഗവർണറാകണം. അതും അല്ലാഹു എനിക്ക് തന്നു. ثم تمنيت, പിന്നെ ഞാൻ ആഗ്രഹിച്ചു, അൻ അതവല്ലൽ ഖിലാഫ, എന്റെ മുൻഗാമികൾ ചെയ്തു കൂട്ടിയ സർവമാന നെറുകേടുകളും തിരുത്താൻ വേണ്ടി മുസ്ലിം ലോകത്തിന്റെ ഖലീഫയാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഹാ അനദാ, ഞാനിപ്പോൾ നിങ്ങളുടെ ഖലീഫയല്ലയോ? ആ സ്ഥാനത്തേക്കും എത്തി. ഹാ നഫ്സി തഷ്താഖു ഇലാ അക്ബറ മിൻഹാ, ഇനി എന്റെ ശരീരം കൊതിക്കുന്നത് അതിലപ്പുറമുള്ള ഒരു സംഗതിയിലേക്കാണ്. അവര് ചോദിച്ചു, വമാദാക യാ അമീറുൽ മുഅ്മിനീൻ, എന്താണ് നിങ്ങൾ കൊതിക്കുന്നത് അമീറുൽ മുഅ്മിനീൻ? ഇനി എന്താണ് വേണ്ടത്? നഫ്സി തഷ്താഖു ഇലൽ ജന്ന, എന്റെ ശരീരം സ്വർഗം കൊതിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സ്വർഗത്തിലേക്ക് പോകണമെന്നാണ് എന്റെ ആഗ്രഹം. ഇനി ഞാൻ സ്വർഗത്തിന് വേണ്ടിയാണ് പണിയെടുക്കുന്നത്. എന്റെ അവസാനത്തെ ലക്ഷ്യം ഇനി സ്വർഗമാണ്. ഞാനിനി അതിനാണ് പണിയെടുക്കുന്നത്. ആഗ്രഹിച്ചതെല്ലാം അധ്വാനിച്ച് ഞാൻ നേടിയിട്ടുണ്ട്. അല്ലാഹു എനിക്ക് തൗഫീഖ് നൽകിയിട്ടുണ്ടെന്ന് അഭിമാനത്തോടെ പറഞ്ഞ ഭരണാധികാരിയാണ് ലോകം കണ്ട രണ്ടാമത്തെ ഉമർ എന്ന് പറഞ്ഞ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ഉന്നതമായ, വളരെ എന്താ പറയാ, മനോഹരമായ ഹൈ ഒബ്ജക്റ്റീവ്സ് ഇൻ അവർ ലൈഫ്സ്. നമുക്ക് അങ്ങനെ ലക്ഷ്യങ്ങളുണ്ടോ എന്നാണ് അറിയേണ്ടത്. മുഹമ്മദ് ഇബ്നുൽ ഫാത്തിഹിനെ സംബന്ധിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയ മുസ്ലിം ഭരണാധികാരിയാണത്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതിന്റെ 600 കൊല്ലങ്ങൾക്ക് ശേഷം വന്ന മുഹമ്മദുൽ ഫാത്തിഹ് 23-ാമത്തെ വയസ്സിലാണ് കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത്. 23-ാമത്തെ വയസ്സിൽ. നമ്മുടെ കുട്ടികളെ കോളേജിൽ പോകുന്ന പ്രായമല്ലേ അത്? 23. ചെറുതൊന്നുമില്ലൊക്കെ എപ്പോഴേക്കും ആൺകുട്ടികൾ കല്യാണം കഴിക്കുമോ? ഇല്ലല്ലേ. 23-ാമത്തെ വയസ്സിൽ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത്. എന്താ കാര്യം എന്നറിയോ? അവരുടെ പ്രിയപ്പെട്ട ഉമ്മ കൊച്ചുകുട്ടിയായിരുന്നപ്പോ മുഹമ്മദുൽ ഫാത്തിഹിന്റെ കൈ പിടിച്ച് മെഡിറ്ററേനിയൻ കടലിന്റെ വക്കത്ത് വരും. മെഡിറ്ററേനിയൻ കടൽ, ആ കടലിന്റെ നടുഭാഗത്താണ്, മധ്യഭാഗത്താണ് സൈപ്രസ് കിടക്കുന്നത്. അതിന്റെ നേർ അപ്പുറത്താണ് കിടക്കുന്നത് സ്പെയിൻ കിടക്കുന്നത്, ഇറ്റലി കിടക്കുന്നത്, ജർമ്മനി ഉള്ളത്, യൂറോപ്പ് കിടക്കുന്ന അപ്പുറത്താണ്. ഒന്ന് ആഫ്രിക്കൻ കരയിലൂടെ പടിഞ്ഞാറോട്ട് നടന്നാൽ മൊറോക്കയോ അൾജീരിയയുടെയോ ഭാഗമെത്തി ഒന്ന് എത്തി നോക്കിയാൽ യൂറോപ്പിന്റെ മലകൾ കാണാൻ കഴിയും. ജിബ്രാൾട്ടർ എന്ന് പറയുന്ന ജബൽ ത്വാരിഖ് എന്ന് പറഞ്ഞ കടലിടുക്കുണ്ട്. ദ സ്ട്രൈറ്റ് ഓഫ് ജിബ്രാൾട്ടർ, അവിടെ വീതി കുറഞ്ഞ സ്ഥലമാണ്, കപ്പലുകളൊക്കെ പോകുന്ന കടലിടുക്കാണ്. അവിടുന്ന് കരയിൽ നിന്ന് നോക്കിയാൽ അക്കരെ യൂറോപ്പ് കാണാൻ കഴിയും. അറബികളായ ആളുകളൊക്കെ അൾജീരിയയിൽ നിന്ന് സ്പെയിനിലേക്ക് കുടിയേറിപ്പോയതൊക്കെ അവിടുന്ന് കപ്പൽ കയറിയിട്ടാണ്. കുറഞ്ഞ ദൂരേയുള്ളൂ. ഗൾഫ് നാടുകളുടെ UAE-യുടെ ഒമാനിന്റെ ഭാഗമായി കിടക്കുന്ന ഹുർമുസ് കടലിടുക്ക് പോലെ ജിബ്രാൾട്ടർ കടലിടുക്കുണ്ട്. പ്രിയപ്പെട്ട കൊച്ചുമോൻ 5 വയസ്സ് പ്രായമുള്ള 6-7 വയസ്സൊക്കെ ആകുന്ന സമയം പ്രിയപ്പെട്ട ഉമ്മ കൈപിടിച്ചു കൊണ്ടുവന്ന് ബീച്ചിൽ കൊണ്ടുവന്ന് മോന് കാണിച്ചു കൊടുക്കും. മുഹമ്മദ്, നീ അവിടെ ഒരു രാജ്യം കാണുന്നുണ്ടല്ലേ? അതേ ഉമ്മ, അത് യൂറോപ്പാണ് മോനെ. മോൻ അവിടെ എത്തണം. മോൻ ഇസ്ലാമിന്റെ കൊടി അവിടെ എത്തിക്കണം. മനുഷ്യർക്ക് ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് പറയുന്ന ഇസ്ലാം യൂറോപ്പർക്ക് മോൻ കാണിച്ചു കൊടുക്കണം. അതിനാണ് ഞാൻ മോനെ വളർത്തിക്കൊണ്ടുവരുന്നത് എന്ന് കൊച്ചുമോനോട് 5 വയസ്സ് തൊട്ട് പറഞ്ഞു കൊടുത്ത ഉമ്മയാണ് മഹാനായ മുഹമ്മദുൽ ഫാത്തിഹിന്റെ ഉമ്മ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട ഉമ്മ. ആ ഒരു തർബിയത്ത് ഉമ്മമാരിൽ നിന്ന് എന്റെ മോൻ എന്താവണം? കുഞ്ഞു ജനിക്കുമ്പോഴേ ഉമ്മമാർക്ക് തീരുമാനം വേണം.
15 വയസ്സായപ്പോ മെഡിറ്ററേനിയൻ കടലിൽ കുതിരയുമായി വെള്ളത്തിലേക്ക് വരികയും വെള്ളത്തിലൂടെ നടക്കാൻ കഴിയാതെ കുതിര തിരിച്ചു നടക്കുമ്പോ വീണ്ടും വെള്ളത്തിലേക്ക് അതിനെ കൊണ്ടുവന്ന് ആ മണൽത്തരികളിലൂടെ ചാടി കുതിരയോട്ടം പിടിക്കുകയും കുതിരയെ വെള്ളത്തിലേക്ക് എടുക്കുകയും ചെയ്ത് മഹാനായ മുഹമ്മദുൽ ഫാത്തിഹാൻ 15 വയസ്സ് മുതൽ തുടങ്ങിയ പരിശീലനം 23 വയസ്സായപ്പോ മഹാനവറുകൾ കോൺസ്റ്റാന്റിനോപ്പിളാണ് പിന്നെ പിടിച്ചടക്കുന്നത്. തുർക്കി എന്ന് നമ്മൾ ഇന്ന് പറയുന്ന, അന്നറിയപ്പെടുന്നത് കോൺസ്റ്റാന്റിനോപ്പിൾ എന്നാണ്, ഖുസ്തൻത്വീനിയ. മഹാനായ മുഹമ്മദുൽ ഫാത്തിഹിന്റെ കയ്യാലെ ആ രാജ്യം ഇസ്ലാമിലേക്ക് വരുമെന്ന് 600 കൊല്ലം മുമ്പ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹബീബിനോടാണ് സ്വഹാബികൾ ചോദിച്ചത്, നബിയേ, അയ്യുൽ മദീനതി തുഫ്തഹു അവല, ഏത് നഗരമാണ് നബിയെ ആദ്യം ഇസ്ലാമിന് ലഭിക്കുന്നത്? അൽ ഖുസ്തൻത്വീനിയ അമിർ റൂമിയ, കോൺസ്റ്റാന്റിനോപ്പിൾ ആണോ നബിയെ, അതല്ല റോം പട്ടണമാണോ നബിയെ? അറബിയിൽ 2 വാക്കുണ്ട്, റൂം, റൂമിയ. മുതഅല്ലിമീങ്ങളായ ആളുകൾക്ക് അത് അറിയാൻ പറ്റും. റൂം എന്ന് പറഞ്ഞാൽ തുർക്കികളാണ്, റോമക്കാർ, യൂറോപ്പുകാർ എന്നർത്ഥമുണ്ട്. അതാണ് റൂം, ഗുലിബത്തുർ റൂം. പക്ഷെ റൂമിയ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇറ്റലിയുടെ തലസ്ഥാനമായ റോമാണ്. റോം നഗരമാണോ നബിയെ, കോൺസ്റ്റാന്റിനോപ്പിൾ ആണോ ആദ്യം ഇസ്ലാമിന് ലഭിക്കുന്നത് എന്ന് സ്വഹാബത്ത് ചോദിച്ചിട്ടുണ്ട്. മുത്തനബിയുടെ മറുപടി അൽ ഖുസ്തൻത്വീനിയ, കോൺസ്റ്റാന്റിനോപ്പിൾ ആണ്. ആ നഗരം മുത്തനബിയുടെ നാവിനാൽ അള്ളാഹു വിജയം തരുമെന്ന് പറഞ്ഞത്, ആ വിജയം സംഭവിച്ചത് ഈ മുഹമ്മദുൽ ഫാത്തിഹ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യാലെയാണ് 600 കൊല്ലങ്ങൾക്ക് ശേഷം. ഇനി ഇറ്റലിയും ഇസ്ലാമിന്റെ കയ്യിലേക്ക് വരുമെന്ന് മുത്തുനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. റോം നഗരം ഇസ്ലാമിന് കിട്ടും. അത് ഖിയാമത്തിന്റെ മുമ്പായി നടക്കാൻ പോകുന്ന ഒരു അത്ഭുതമാണ്. ഇതുവരെ നടന്നില്ല. മുത്തുനബി തങ്ങൾ കോൺസ്റ്റാന്റിനോപ്പിൾ കിട്ടുമെന്ന് പറഞ്ഞത് തങ്ങളുടെ കാലം കഴിഞ്ഞ് 600 കൊല്ലം കഴിഞ്ഞതിന്റെ ശേഷമാണ്. ഇനി റോമും ഇസ്ലാമിന്റെ മടിത്തട്ടിലേക്ക് വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു ലക്ഷ്യബോധം മുഹമ്മദുൽ ഫാത്തിഹിനുണ്ടായത് നമ്മുടെ യുവജനങ്ങളിൽ നഷ്ടപ്പെടുന്നുണ്ടോ? ക്രിയാത്മകതയില്ലാതെ, എന്തിനാണ് ജീവിക്കുന്നതെന്നറിയാതെ സമയം കൊല്ലുന്ന ഒരു തരം സ്വഭാവം. നമ്മുടെ വീടുകളിലെ ടെലിവിഷൻ ചാനലുകൾ സമയം കൊല്ലാനുള്ള മെഷീനുകളായി ഉപയോഗിക്കുന്ന ഒരു ദുരവസ്ഥ നമ്മുടെ ഉമ്മത്തിന് വന്നുവോ എന്ന് ഞാൻ പേടിക്കുകയാണ്. അല്ലാമ ബുഖാരി, ഇമാമുന ബുഖാരി റളിയല്ലാഹു അൻഹു, മുഹമ്മദ് ഇബ്നു ഇസ്മാഈൽ അൽ ബുഖാരി തങ്ങൾ സമർഖന്ദിൽ നിന്ന്, ബുഖാറയിൽ നിന്ന് വരുന്നത്. ബുഖാറ എന്നത് USSRന്റെ ഭാഗമായിരുന്നു, റഷ്യയുടെ ഭാഗമാണ് ബുഖാറ. സമർഖന്ദിലാണ്, സമർഖന്ദ് റഷ്യയുടെ ഭാഗമാണ്. സമർഖന്ദിലാണ് മഹാനവറുകൾ വഫാത്തായി കിടക്കുന്നവരുടെ മഖ്ബറ, ബഹുമാനപ്പെട്ടവരുടെ മഖാം സമർഖന്ദിലാണ്. ഇമാം ബുഖാരി തങ്ങൾ അറബി സംസാരിച്ചിരുന്ന ആളല്ല, അറബി പഠിച്ചെടുത്തതാണ്. 14 വയസ്സുള്ളപ്പോഴാ 2 ആലിമീങ്ങൾ സങ്കടത്തോടുകൂടെ പറയുന്നത്, അല്ല, ഒരു സ്വഹീഹുകൾ മാത്രമുള്ളൊരു ഹദീസിന്റെ കിതാബ് നമ്മുടെ മുമ്പിൽ ഇല്ലാതെ പോയല്ലോ. ഒരുപാട് ഹദീസ് ഗ്രന്ഥങ്ങളുണ്ട്, പക്ഷെ അത് ദഈഫുണ്ട്, ദുർബലമായ ഹദീസുണ്ട്, മൗദൂആയ ഹദീസുകളുണ്ട്, ഹസനുണ്ട്, സ്വഹീഹുണ്ട്, എല്ലാമുണ്ട്. മിക്സാ. സ്വഹീഹ് മാത്രമുള്ള ഒരു ഗ്രന്ഥം നമുക്ക് വേണ്ടേ എന്നിങ്ങനെ സങ്കടപ്പെട്ട് 2 ആലിമീങ്ങൾ ചർച്ച നടത്തുന്നത് ഇമാം ബുഖാരി തങ്ങൾ കേട്ടത് 14 വയസ്സുള്ളപ്പോഴാണ്. 14 വയസ്സുള്ളപ്പോഴാണ്. അന്നാണ് ഇമാം ബുഖാരി തങ്ങൾ തീരുമാനിച്ചത്, ആ കിതാബ് ഞാൻ തന്നെ രചിക്കും. അതാണ് ഇന്ന് നമ്മൾ അറിയപ്പെടുന്ന സ്വഹീഹുൽ ബുഖാരി. ഇമാം ബുഖാരി തങ്ങളുടെ സ്വഹീഹായ ഹദീസുകളുടെ മാത്രം സമാഹരണമായ 60,000-ഓളം മശായിഖന്മാരെ കണ്ട് ഹദീസുകൾ പഠിച്ച മഹാനായ ഇമാമുന ബുഖാരി റളിയല്ലാഹു തആല അൻഹു ആ തീരുമാനമെടുത്തത് നമ്മുടെ SSLC പഠിക്കുന്ന പിള്ളേരുടെ പ്രായത്തിലാണ്, 14 വയസ്സുള്ളപ്പോഴാണ്. നമ്മൾ ആലോചിക്കണം, ഇതൊക്കെ ഈ ഉമ്മത്തിന്റെ കഴിഞ്ഞ കാലങ്ങളാണ്. അങ്ങോട്ട് നമുക്കൊന്ന് തിരിച്ചു നടക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിന് ഒരുപാട് പ്രതീക്ഷ നൽകിയിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞത് നിങ്ങൾ പ്രവർത്തിക്കണമെന്നാണ്. അല്ലദീ ലാ യഅകുലു മിൻ ദർബതി ഫഅസിഹി ലാ യംലികു ഖറാറഹു മിൻ റഅസിഹി. മഹാനായ മൗലാന മുതവല്ലി ശഅറാവി റഹ്മത്തുള്ളാഹി അലൈഹി റഹ്മതൻ വാസിഅ. മഹാനായ മുഫസ്സിർ അവറുകൾ, ആധുനിക കാലത്ത് മരിച്ചുപോയ ഈജിപ്ഷ്യനായ മഹാനായ മുതവല്ലി ശഅറാവി ബഹുമാനപ്പെട്ടവർ പറയുമായിരുന്നു, സ്വന്തം കോടാലി കൊണ്ട് കൊത്തിയിട്ട് അധ്വാനിച്ച് തിന്നാത്തവന്
സ്വന്തം തലയിൽ നിന്ന് തീരുമാനമെടുക്കാൻ കഴിയില്ല. അധ്വാനിക്കുന്ന ഒരു സമൂഹത്തിനെ ലക്ഷ്യബോധമുണ്ടായി പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. ആദ്യം വേണ്ടത് ഈ അധ്വാനമാണ്. ജോലിക്ക് പോകുന്ന ഉറങ്ങാൻ മുസ്ലിം ലോകത്ത്, അങ്ങനെ ഞാൻ പറയുന്നില്ല, അറബ് ലോകത്ത്, അറബ് മുസ്ലിം ലോകത്ത് കണക്കെടുപ്പ് നടത്തി എത്ര മണിക്കൂറാണ് ശരാശരി ഒരു ജോലിക്കാരൻ വർക്ക് ചെയ്യുന്നത് എന്ന്. ഒരു ശരാശരി ഗവൺമെന്റ് ഉദ്യോഗത്തിലോ പ്രൈവറ്റ് സെക്ടറിലോ വർക്ക് ചെയ്യുന്ന ഒരു അറബിയായ ഒരു മുസ്ലിം എത്ര മണിക്കൂർ ഒരു ദിവസം ജോലിയെടുക്കുന്നുണ്ട്. ആത്മാർത്ഥമായി ഫോൺ വിളിയും ഗാവകുടിയും ചായ കുടിയൊക്കെ മാറ്റിവെച്ച് പണിയെടുക്കുന്ന സമയം എത്രയാണെന്ന് ഒരു കൂട്ടർ സെൻസസ് നടത്തിയപ്പോൾ മനസ്സിലാക്കിയത് 12 മിനിറ്റ് ആണെന്നാണ്. ഒരു ദിവസം പണിയെടുക്കുന്ന സമയം 12 മിനിറ്റ് ആണ്. എന്തേ നമ്മൾ അങ്ങനെ ആയിപ്പോയത്? അല്ലാഹു അഅലം. അങ്ങനത്തെ ഒരു സമൂഹത്തിന് എങ്ങനെയാ മുന്നോട്ട് വരാൻ കഴിയുക? 12 മിനിറ്റ്. സുബ്ഹാനല്ലാഹ്. പരിശുദ്ധ ഹബീബായ നബി തങ്ങൾ പറയുമായിരുന്നു, അല്ലാഹുവിനോട് കാവൽ ചോദിക്കണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ. അല്ലാഹുവേ, മടി വരാതെ, ശരീരത്തിന് മടി വരാതിരിക്കാൻ നീ എന്നെ കാക്കേണമേ റബ്ബേ. മടി വരാതിരിക്കാൻ നിന്റെ സഹായം വേണം. ആലസ്യം, മടി പിടിക്കുക, ഒന്നിനും ഉത്സാഹമില്ലാതിരിക്കുക, വെറും TV റിമോട്ടും പിടിച്ചിട്ട് അങ്ങനെ ഇരിക്കുക, വേറൊരു പണിയും ചെയ്യാൻ വയ്യ. റബ്ബേ നീ കാവൽ തരണേ റബ്ബേ, ഞാൻ അങ്ങനെ ആയിപ്പോവരുതേ. പറഞ്ഞത് ആരോടാന്നറിയോ? ഹബീബിന്റെ പള്ളിയിൽ അന്ന് ളുഹർ നിസ്കാരത്തിന്റെ മുമ്പ് വന്നിരുന്ന മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനോട്. യാ അബാ ഉമാമ, എന്തിനാണ് അബൂ ഉമാമ നിസ്കാരം നടക്കാത്ത ഈ നേരത്ത് നിങ്ങൾ എന്തേ പള്ളിയിലേക്ക് വന്നത്? യാ റസൂലല്ലാഹ് ദുയൂനി വഹുമൂമി ലസിമതിനി യാ റസൂലല്ലാഹ്. നബിയെ, ഒരുപാട് കടവും ഒരുപാട് സങ്കടവുമുണ്ട് നബിയെ, പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് അഭയം പ്രാപിച്ചു വന്നതാണ്. ഹബീബായ നബി തങ്ങളോട് കടം വീടാനുള്ള പരാതിയാണ് പറയുന്നത്, കടം വീടാനുള്ള ആഗ്രഹമാണ് ഈ പറയുന്നത്. നിങ്ങൾക്ക് ഞാൻ ചില വചനങ്ങൾ ചൊല്ലിത്തരട്ടെയോ? ഇൻ ഖുൽതഹ, നിങ്ങളത് ചൊല്ലുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളുടെ കടം വീട്ടിത്തരികയും വകഫാക ഹമ്മക, നിങ്ങളുടെ ടെൻഷനുകൾ അള്ളാഹു ഇല്ലാതാക്കുകയും ചെയ്യും. പഠിപ്പിച്ചു തരൂ നബിയെ എന്ന് പറഞ്ഞപ്പോ ഹബീബ് പഠിപ്പിച്ചു കൊടുത്ത വചനങ്ങളാണ്. അള്ളാഹുവേ, അശക്തനായി പോകുന്നതിൽ നിന്ന്, അള്ളാഹുവേ മടി പിടിച്ച് അലസനായി പോകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു റബ്ബേ. സങ്കടം വരുന്നതിൽ നിന്ന്, കടുത്ത മാനസിക സംഘർഷം വരുന്നതിൽ നിന്ന് കാവൽ ചോദിക്കുന്നു റബ്ബേ. കടങ്ങൾ കുമിഞ്ഞുകൂടുന്നതിൽ നിന്നും ജനങ്ങൾ ആക്രമിക്കുന്നതിൽ നിന്നും നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു റബ്ബേ. നബി തങ്ങൾ ചൊല്ലാൻ പറഞ്ഞു, അബൂ ഉമാമ, നിങ്ങൾ രാവിലെയും വൈകുന്നേരവും ചൊല്ലിക്കൊണ്ടിരിക്കണേ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹ്രി റിജാൽ. എന്താണ് ആ വാക്കുകളുടെ അർത്ഥം? അല്ലാഹുവേ, അഊദു ബിക, നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു റബ്ബേ, മിനൽ ഹമ്മി വൽ ഹസൻ, സങ്കടവും ദുഃഖവും വരുന്ന അവസ്ഥയിൽ നിന്ന് കാവൽ തരണേ പടച്ചവനെ. ഈ ദുആ ചൊല്ലിയാൽ സങ്കടങ്ങളൊക്കെ അല്ലാഹു നീക്കിത്തരും. അല്ലാഹു നീക്കിത്തരട്ടെ. വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ, അല്ലാഹുവേ, ഒരു പണിയും ചെയ്യാൻ കഴിയാതെ തളർച്ച വന്ന് തളർന്നു പോകുന്ന അസുഖങ്ങളിൽ നിന്ന്. വൽ കസൽ, ആരോഗ്യമുണ്ട് പക്ഷെ മടിയാണ്, മടി പിടിച്ചിരിക്കാൻ, ഒരു പണിക്കും പോവില്ല, ഒരു ജോലിയും മര്യാദക്ക് ചെയ്യില്ല. ഒരു കമ്പനിയിൽ ജോലി കിട്ടിയാലും തികച്ചൊരു 6 മാസം അവനെ കൊണ്ട് നിൽക്കാൻ വയ്യ. അപ്പോഴേക്കും കൂട്ടുകാരുടെ കൂടെ കളിച്ചു നടക്കണം, രാജിവെച്ച് വരികയാണ്. അല്ലാഹുവേ, ആ രീതിയിൽ മടി പിടിക്കുന്നതിൽ നിന്നും നീ എന്നെ കാവൽ തരണേ പടച്ചവനെ. വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ, ധൈര്യമില്ലാതിരിക്കുന്നത്, പിശുക്ക് കാണിക്കുക, ഇത് രണ്ടും എനിക്ക് തരല്ലേ റബ്ബേ. വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹ്രി റിജാൽ, കടങ്ങൾ കുമിഞ്ഞുകൂടുന്നതും ആളുകൾ ആക്രമിക്കുന്നതും. കടങ്ങൾ കൂടിയിട്ട് കൊടുക്കാൻ പറ്റാതിരുന്നാൽ ഗുണ്ടകളയക്കൂലേ? പടച്ചവനെ കാക്കണേ റബ്ബേ. ദുആയിരുന്നു. വളരെ പെട്ടെന്ന് അള്ളാഹു കടം വീട്ടിക്കൊടുത്തു ഈ സ്വഹാബിയുടെ, അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിന്റെ. പക്ഷെ നമ്മുടെ വിഷയം ഹബീബ് തങ്ങൾ അധ്വാനിക്കാൻ പറയാൻ, മടി വരാതിരിക്കാൻ ദുആ ഇറക്കണം എന്നാണ്. അല്ലാഹുവേ, ആലസ്യം നമുക്ക് തോന്നുന്ന ഇനി മതി,
ഒരു മടി പിടിച്ചാൽ കഴിഞ്ഞില്ലേ. ഇപ്പോൾ അയാൾ പറയണ ഉസ്താദ്മാരാന്ന് വിചാരിക്കുക, ഇനി ഇതൊക്കെ മതി അല്ലേ ദാവൂദക്ക, അങ്ങനെയൊക്കെ തോന്നിയാൽ പിന്നെ എന്താ ചെയ്യുക? നമുക്കങ്ങനെ തോന്നി അള്ളാഹുവിനോട് ഞാൻ കാവലും ചോദിക്കുക, എന്തിനാണ് ഇങ്ങനെ ഉറക്കൊഴിച്ച്, എന്തിനാണ് നമ്മൾ ഈ യാത്രയടങ്ങുന്നത്? പിന്നെ കുറെ ആൾക്കാരെ കളിയാക്കലും ചീത്ത വിളിയും, എന്തിനിത് മിണ്ടായിരുന്നാ പോരെ, ഇതൊക്കെ ഇബ്ലീസ് പറയിപ്പിക്കും. അള്ളാഹുവെ നീ കാവൽ തരണം പടച്ചോനെ. അങ്ങനെയാണ് അള്ളാഹുവിനോട് ചോദിക്കണം. അങ്ങനെയൊക്കെ തന്നെ ജീവിക്കാൻ കഴിയുള്ളൂ, അങ്ങനെയൊക്കെ തന്നെ ദീനീ പ്രവർത്തനം ചെയ്യാൻ കഴിയുള്ളൂ. അള്ളാഹുവിനോട് കാവൽ ചോദിക്കണം. നമുക്ക് ഒരാൾക്ക് തോന്നാണ്, ദർസ് നടത്തുന്ന മുദരിസിന് തോന്നുന്നത്, എന്തിനാ ഞാൻ ഈ ഒച്ച വെച്ച് എൻ്റെ ചങ്ക് കീറുന്നത്, കുട്ടികൾ ഏതെങ്കിലും കോളേജിൽ പോയി പഠിച്ചോട്ടെ, ഞാൻ പഠിപ്പിക്കുന്നില്ല, എന്തായിപ്പോകും? ഓരോരുത്തരും അങ്ങനെ ചിന്തിക്കാൻ, എന്തായിരിക്കും ഉമ്മത്തിന്റെ അവസ്ഥ? അള്ളാഹുവിനോട് കാവൽ ചോദിക്കണം. അള്ളാഹു ചാല അധ്വാനിക്കാൻ വേണ്ടി പറയാണ്, വൽ അമലു ദീനുൻ, അധ്വാനിക്കുന്നത് ദീനാണ് എന്ന് പരിശുദ്ധ നബി തങ്ങൾ പഠിപ്പിക്കുമായിരുന്നു. അല്ലാഹു അല്ലേ പറയുന്നത് സൂറത്തുൽ മുൽക്കിൽ, തബാറക സൂറയിൽ, വഹുവല്ലദീ ജഅല ലകുമുൽ അർള ദലൂല ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിർ റിസ്ഖിഹി വഇലൈഹിൻ നുശൂർ. അല്ലാഹു അല്ലയോ നിങ്ങൾക്ക് ഭൂമിയെ സഞ്ചാരയോഗ്യമാക്കി തന്നത്. ഹുവല്ലദീ ജഅല ലകുമുൽ അർള ദലൂല, സഞ്ചരിക്കാൻ പറ്റുന്നതാക്കി ഭൂമിയെ മാറ്റി തന്നില്ലേ? നിങ്ങൾ അധ്വാനിക്കൂ, അള്ളാഹു നിങ്ങളുടെ റിസ്ക് വെച്ചിട്ടുണ്ട്, യാത്ര ചെയ്ത് കണ്ടുപിടിക്കൂ. വിശുദ്ധ ഖുർആൻ പറയാണ്, അധ്വാനിക്കാൻ വേണ്ടി പറയാണ്. സൂറത്തുൽ അറാഫ്, വലഖദ് മക്കന്നാകും ഫിൽ അർള് വജഅൽനാ ലകും ഫീഹാ മആയിഷ് ഖലീലൻ മാ തഷ്കുറൂൻ. അല്ലാഹു അല്ലയോ നിങ്ങൾക്ക് ജീവിക്കാൻ അനുയോജ്യമായ രീതിയിൽ ഭൂമിയെ പാകപ്പെടുത്തിയതും, വജഅൽനാ ലകും ഫീഹാ മആയിഷ, ഓരോരുത്തർക്കും ജീവിത മാർഗങ്ങളും ഓരോന്ന് കാണിച്ചു തരുന്നതും അല്ലാഹു അല്ലയോ? നിങ്ങൾ എന്താണ് അല്ലാഹുവിനെ ശുക്ർ ചെയ്യാത്തത്, നന്ദി ചെയ്യാത്തത്? ഖിയാമുൽ ലൈൽ ഫർളായിരുന്നു. മുമ്പ് ഇസ്ലാമിന്റെ ആദ്യകാലങ്ങളിൽ തഹജ്ജുദ് നിസ്കാരം ഫർളായിരുന്നു. വിശുദ്ധ ഖുർആൻ അത് ദുർബലപ്പെടുത്തി സുന്നത്തായി നിലനിർത്തുകയാണ് ഉണ്ടായത്. നബിതങ്ങൾക്ക് ഫർളായിരുന്നു, പക്ഷെ മുഅ്മിനീങ്ങളായ ആളുകൾക്കും ആദ്യം ഫർളായിരുന്നു. പിന്നെ അല്ലാഹു തആല നിയമം മാറ്റുകയാണ് ഉണ്ടായത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു നോക്കൂ, അലിമ അൻ സയകൂനു മിൻകും മർളാ വആഖറൂന യദ്രിബൂന ഫിൽ അർള് യബ്തഗൂന മിൻ ഫദ്ലില്ലാഹ് വആഖറൂന യുഖാതിലൂന ഫീ സബീലില്ലാഹ്. അല്ലാഹുവിനറിയാം നിങ്ങളിൽ ചില ആളുകൾക്ക് അസുഖം ബാധിക്കുന്നുണ്ടെന്നും നിങ്ങൾ ജോലി അന്വേഷിച്ച് യാത്ര പുറപ്പെടുന്ന ആളുകളാണെന്നും അല്ലാഹുവിനറിയാം. അതുകൊണ്ട് അല്ലാഹു നിങ്ങൾക്ക് ഇളവ് തന്നിരിക്കുന്നു. രാത്രി നിസ്കാരം, രാത്രി ഉറക്കൊഴിച്ച് രാവിലെ ജോലിക്ക് പോകേണ്ടവരില്ലേ, അവരെ കൊണ്ടാവില്ലല്ലോ, അവർക്ക് നേരെ കിടക്കേണ്ടി വരും, നേരത്തെ ഉറങ്ങേണ്ടി വരും. കുഴപ്പമില്ല, നിങ്ങൾക്ക് ഖിയാമുൽ ലൈൽ സുന്നത്താണ്, ഫർളല്ല, നിർബന്ധമല്ല എന്ന് അല്ലാഹു ലഘൂകരിച്ചത് പകല് ജോലിക്ക് പോകുന്ന ആളുകളെ പരിഗണിച്ചുകൊണ്ടാണ്. അതിനർത്ഥം ഖിയാമുൽ ലൈൽ പുണ്യമല്ല എന്നല്ല, ജോലിയും അധ്വാനവും അത്രത്തോളം പുണ്യമാണെന്ന് പഠിപ്പിക്കാനാണ്. അതാണ് അതിന്റെ ലക്ഷ്യം. അതിനല്ലാഹു ഇളവ് തന്നിരിക്കുകയാണ് ഇവിടെ. അതുകൊണ്ട് ജോലിയില്ല എന്നും പറഞ്ഞ് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നടക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിൽ ഉണ്ടാവരുത്. ഒരു പണിയില്ലാത്ത ചെറുപ്പക്കാരാണ് നാട്ടുകാർക്ക് പണി തരാ. അങ്ങനെ ഉണ്ടാവുക. അവരാണ് ഈ ഓടുന്നതും ഓടിക്കുന്നതും ചാടിക്കുന്നതും മയക്കുമരുന്നും ഡ്രഗ്സും ഇതിനൊക്കെ അടിമപ്പെടുന്നത്. ഒരു പണിയില്ലാതെ ഇഷ്ടം പോലെ കാശ് കിട്ടുന്നുണ്ട്, വാപ്പ അയച്ചു കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ജ്യേഷ്ഠന്മാർ അയച്ചു കൊടുക്കുന്നുണ്ട്. അധ്വാനിക്കണം, നന്നായി അധ്വാനിക്കാം. അപ്പോഴാണ് ഈ ഉമ്മത്തിന് സവിശേഷമായ ആരോഗ്യകരമായ ഒരു നിലനിൽപ്പുണ്ടാവൂ. നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ചു തന്നതും അങ്ങനെയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് കൃഷിയിടമുണ്ടായിരുന്നു, കൃഷി ചെയ്യുന്ന സ്ഥലമുണ്ട്. എന്നും നബി തങ്ങളുടെ ദർസിലേക്ക് പോവാൻ കഴിയില്ല ഉമർ തങ്ങൾക്ക്. തന്റെ കൂട്ടുകാരനോട് പറഞ്ഞു, ഉമർ എന്നവരെ, എന്നാലൊരു കാര്യം ചെയ്യല്ലേ, നിങ്ങൾ ഒരു ദിവസം നബിന്റെ ദർസിലേക്ക് പോയിക്കോളൂ. അന്ന് നബി എന്തൊക്കെ പറഞ്ഞോ അതൊക്കെ എനിക്ക് വന്ന് പറഞ്ഞു തരിക. ആ ദിവസം നിങ്ങളുടെ കൃഷിയിടവും എന്റേതും ഞാൻ തന്നെ നോക്കിക്കൊള്ളാം, നിങ്ങളുടെ ആടുകളും എന്റേതും ഞാൻ നോക്കിക്കൊള്ളാം. പിറ്റേന്ന് ഞാൻ നബിയുടെ ദർസിലേക്ക് പോകും. അന്ന് എന്റെ ആടുകളെയും എന്റെ കൃഷിയിടവും നിങ്ങൾ നോക്കണം. ഓക്കെ? ഓക്കെ. അങ്ങനെ ഊഴമായി ഉമർ തങ്ങൾക്ക് തീരുമാനിച്ചൂടെ, എന്റെ കൃഷിയെക്കാളും ഉത്തമം ഹബീബിന്റെ അരികത്ത് പോയിരിക്കലല്ലേ? പക്ഷേ ജോലി പുണ്യമാണെന്ന് പഠിപ്പിച്ചു പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ തങ്ങൾ പരിശുദ്ധമായ മസ്ജിദുൻ നബവിയുടെ അരികത്തായിരുന്നില്ല ഉമർ തങ്ങളുടെ വീട്. കാന യസ്കുനു
ഫി അആലിൽ മദീന, മദീനയുടെ ഉയർന്ന മലയോരങ്ങളിലാണ് ഉമർ തങ്ങൾ താമസിച്ചിരുന്നത് എന്ന് കിതാബുകളിൽ കാണാൻ കഴിയും. അങ്ങനെ ഡെയിലി വന്നു പോവാൻ കഴിയില്ല. ഒന്നിടവിട്ട് അധ്വാനം ഒഴിവാക്കാതെ മഹാനായ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു, അതുകൊണ്ട് ജോലി വേണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണിത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സമ്പത്തിന്റെ മുഴുവൻ സമ്പത്തും ഇസ്ലാമിന് സമ്മാനമായി കൊടുത്ത 3 സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 3 സന്ദർഭങ്ങളിൽ സിദ്ദീഖ് തങ്ങൾ സമ്പത്ത് മുഴുവൻ കൊടുത്തിട്ടുണ്ട് ഇസ്ലാമിന്. 3 രംഗങ്ങളിൽ. ഒന്ന്, യൗമൽ ഹിജ്റ, മുത്തനബി തങ്ങളും മുഅ്മിനീങ്ങളും മദീനയിൽ നിന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സമയത്ത് എല്ലാ സമ്പത്തും അല്ലാഹുവിന് കൊടുത്തവരാണ്. മറ്റൊന്ന്, ജയ്ഷുൽ ഉസ്റ, തബൂക്ക് യുദ്ധമുണ്ടായപ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിലെ ഹബീബ് അവസാനമായി സംബന്ധിച്ച തബൂക്ക് യുദ്ധമുണ്ടായപ്പോ സമ്പത്ത് മുഴുവൻ കൊടുത്തവരാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പിന്നെ കൊടുത്തു നബി തങ്ങളുടെ വഫാത്തിന് ശേഷം. നബി തങ്ങളുടെ വഫാത്തുണ്ടായപ്പോ ഒരുപാട് ആളുകൾ നബി തങ്ങൾ വഫാത്തായില്ലേ, ഇനി ഇസ്ലാം ഒന്നും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് പിന്മാറിയപ്പോ അവരെ ഇസ്ലാമിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സമ്പത്ത് മുഴുവൻ അള്ളാഹുവിന്റെ വഴിക്ക് കൊടുത്ത മഹാനാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എവിടെ നിന്നാണ് ഇത് കൊടുക്കാനുണ്ടായത്? എങ്ങനെ കൊടുക്കാനുണ്ടായി എന്നതാ വിഷയം. എങ്ങനെ ഉണ്ടായി? ഖാന താജിറൻ, 1-ാം നമ്പർ ബിസിനസ്സുകാരനായിരുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. കച്ചവടം ചെയ്തിട്ടുണ്ട്. നബി തങ്ങളുടെ കൂടെ മദീനയിൽ കഴിയണം, എന്നാലും ഹബീബിന്റെ സുഹ്ബത്ത് പോലും മാറ്റിവെച്ച് സിറിയയിലേക്കും ഫലസ്തീനിലേക്കും കച്ചവട സംഘത്തോടൊപ്പം പോയി മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഒരു സുഹാബിയും ആരെയും ആക്ഷേപിച്ചില്ലല്ലോ. അള്ളാഹുവിന്റെ റസൂലിന്റെ ദർസ് ഒഴിവാക്കി കച്ചവടത്തിന് പോവാണോ എന്നാരും ചോദിച്ചില്ല. എന്തുകൊണ്ട്? അധ്വാനവും ഇബാദത്താണ്, ജോലിയും ഇബാദത്താണ്. അങ്ങനെ ഉണ്ടായപ്പോഴല്ലേ അള്ളാഹുവിന്റെ ദീനിന് കൊടുക്കാൻ കഴിഞ്ഞത്. ദീനിന് ഒരുപാട് കൊടുത്ത 2 മഹത്തുക്കൾ കൂടെയുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. 2 പേരും കച്ചവടക്കാരായിരുന്നു. അവന്റെ കച്ചവടം ചെയ്ത് അധ്വാനിക്കുമ്പോ അള്ളാഹു ബറക്കത്ത് കൊടുക്കുന്നു, അത് അള്ളാഹുവിന്റെ വഴിയിലേക്ക് കൊടുക്കുന്നു. അപ്പൊ അധ്വാനശീലം സ്വഹാബത്തിന്റെ മുമ്പിലുണ്ട്. മഹാനായ ഇബ്രാഹിം അദ്ഹം തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഷഖീഖുൽ ബൽഖി റഹ്മത്തുള്ളാഹി അലൈഹി, ബഹുമാനപ്പെട്ടവരെ കച്ചവടത്തിന് യാത്ര അയച്ച കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. യാത്രയപ്പ് കൊടുത്തു ജോലിക്ക് പോവാൻ, നമ്മൾ ഗൾഫിലൊക്കെ പോകുന്ന പോലെ ഷഖീഖുൽ ബൽഖി യാത്ര അയച്ചു ഇബ്രാഹിം അദ്ഹം തങ്ങൾ. ഷഖീഖുൽ ബൽഖിയുടെ യാത്രാമധ്യേ വിശ്രമിക്കാൻ ഒരു കൂടാരത്തിലേക്ക് കയറിയപ്പോഴാ അവിടെ 2 കണ്ണും കാണാത്തൊരു പക്ഷി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നോക്കി, യാ റബ്ബ്, ഞാനിപ്പോ ജോലി അന്വേഷിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. അന്ന് ഗൾഫിലൊക്കെ പോവാന്ന് വിചാരിച്ചോളൂ. എയർപോർട്ടിലൊക്കെ എത്തിയിട്ടുണ്ട്. എയർപോർട്ടിലൊക്കെ ഒരു വിടവാങ്ങൽ പ്രസംഗമൊക്കെ ടോയ്ലറ്റിന്റെ ബാക്കിലൊക്കെ എഴുതി വെക്കണവരുണ്ട്. വലിയ സങ്കടപ്പെട്ട ഒരുപാട് സെന്റൻസുകളൊക്കെ, എൻ്റെ നാട്, എൻ്റെ വീട്, എൻ്റെ കുടുംബമൊക്കെ ആക്കി ഞാനിതാ കണ്ണീര് കുടിക്കാൻ അക്കരെ കയറി പോവാന്നൊക്കെ പറഞ്ഞ് പല സിന്ദാബാദൊക്കെ എഴുതി വെക്കാറുണ്ട്. അതൊക്കെ മനുഷ്യന്റെ മനസ്സിലുള്ള ഒരു തരം നിരാശയും വിഷമങ്ങളും പ്രകടിപ്പിക്കുകയാണ്. അപ്പൊ അങ്ങനെ നാട് വിട്ടു പോകുമ്പോൾ വിഷമം വരും. ഗൾഫിലൊക്കെ പോകുമ്പോൾ അങ്ങനെയാണ്. വീട്ടിലൊക്കെ സ്വന്തം ഒരു റൂമിൽ ഒറ്റയ്ക്ക് AC-യോ ഫാനൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കടന്ന പയ്യന്മാരൊക്കെ ഗൾഫിലെത്തിയിട്ട് ഒരാൾ മേലെ, ഒരാൾ താഴെ, ഒരാൾ സൈഡിൽ 10-12 ആൾ ഒരു റൂമിൽ കിടക്കണതൊക്കെ വലിയ പീഡനം തന്നെയാണ്. അതൊന്നും ചില ആളുകൾക്ക് കഴിയില്ല, സഹിക്കാൻ കഴിയില്ല. ഇതാണ് റബ്ബേ ഗൾഫ് പ്രവാസം എന്നൊക്കെ, ഇത് വലിയ രസമുള്ള ഏർപ്പാടാന്ന് വിചാരിച്ചു. ചെന്ന് നോക്കുമ്പോൾ ടോയ്ലറ്റിന്റെ മുമ്പിൽ ക്യൂ നിൽക്കേണ്ടി വരും. 6 മണിക്കാണ് നിന്റെ സമയം. ആ നേരത്തെ ആയില്ലേ, എന്നാ പിന്നെ നാളെ നോക്കിയാൽ മതി എന്നതിൻ്റെ അർത്ഥം. ജോലിക്ക് കൂടെ നേരത്തെ കിട്ടൂല. ഇങ്ങനെയൊക്കെ അധ്വാനിക്കണം. അപ്പോഴാണ് അങ്ങനെ നമ്മൾ പറയാം, പ്രവാസികളുടെ കണ്ണിനീർ എന്നൊക്കെ പറയില്ലേ, അധ്വാനത്തിന്റെ വില അറിയുന്നത് അപ്പോഴാണ്. നമ്മൾ നാട് വിട്ടു പോകുമ്പോ. ഷഖീഖുൽ ബൽഖി തങ്ങൾ ഇങ്ങനെ നാട് വിട്ടു പോയതാണ്. യാത്രയപ്പ് കൊടുത്തത് ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്ന് പറഞ്ഞ ലോകപ്രശസ്തനായ അള്ളാഹുവിന്റെ ആരിഫാണ്. അപ്പൊ അവിടെ ഇങ്ങനെ ഇരിക്കും, ഈ കണ്ണ് കാണാത്ത റബ്ബേ, ഞാൻ എന്റെ റിസ്ക് അന്വേഷിച്ചു പോവാണ്. ഈ പക്ഷിക്ക് 2 കണ്ണുമില്ല, ഇതിന്റെ റിസ്ക് ആര് കൊടുക്കും പടച്ചോനെ എന്നിങ്ങനെ നോക്കിയിരിക്കുമ്പോഴാ ഒരു പക്ഷി വന്നിട്ട് ഇതിന്റെ വായിലേക്ക് ഭക്ഷണം ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട്. 2 കണ്ണും കാണാത്ത പക്ഷിക്ക് കണ്ണ് കാണുന്ന ഒരു പക്ഷി വന്ന് ഭക്ഷണം കൊടുക്കുക അല്ലേ. അപ്പൊ എനിക്ക് അല്ലാഹു തആല തരാൻ കഴിവുള്ളവനല്ലേ, ഈ പക്ഷിക്ക് അല്ലാഹ് റിസ്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അല്ലാഹു തന്നൂടെ എന്ന് പറഞ്ഞ് പാതി വഴിയിൽ നിന്ന് ജോലിക്കുള്ള യാത്ര നിർത്തി തിരിച്ചു നടന്ന മഹാനാണ് ഷഖീഖുൽ ബൽഖി റഹ്മത്തുള്ളാഹി അലൈഹി. അവരുടെ ആദ്യകാലം ഇബ്രാഹിം അദ്ദേഹം തങ്ങൾ പള്ളിയിൽ കണ്ടപ്പോ, അല്ല നിങ്ങളല്ലേ ജോലിക്ക് യാത്ര അയച്ചത്, എന്തേ തിരിച്ചു വന്നത്? കഥ പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ ഒരു പക്ഷിയെ ഞാൻ കണ്ടപ്പോഴേ ഞാൻ ആലോചിച്ച്, എനിക്കും അള്ളാഹ് തരാൻ കഴിയുമല്ലോ, ഈ പക്ഷിക്ക് അള്ളാഹ് കൊടുക്കുന്നില്ല റിസ്ക്. ഇബ്രാഹിം അദ്ദേഹം തങ്ങൾ, എന്റെ പൊന്നു ഷഖീഖ്,
നിങ്ങൾ ആ കണ്ണ് കാണുന്ന പക്ഷിയെ പോലെ ആയിക്കൂടായിരുന്നോ? ആ കണ്ണ് കാണാത്ത പക്ഷിയെ പോലെ ആവാനാ നിങ്ങൾ തിരിച്ചു പോകുന്നത് എന്ന് ചോദിച്ചു. കണ്ണ് കാണുന്ന പക്ഷിയാവാൻ, കണ്ണ് കാണാത്തവർക്ക് കൊടുക്കാൻ പറ്റുന്നവരായി, വീടില്ലാത്തവർക്ക് ഭവനം കൊടുക്കുന്ന നമ്മുടെ ചെറുപ്പക്കാരുടെ മുസ്ലിം യുവജന സംഘത്തെ പോലെ, കഷ്ടപ്പാട് അനുഭവിക്കുന്നവർക്കത് അതിന് സമാധാനം കൊടുക്കാൻ കഴിയുന്ന, കണ്ണിനീരൊപ്പിയെടുക്കാൻ പറ്റുന്നവരായി നിങ്ങൾക്ക് മാറിക്കൂടായിരുന്നോ എന്ന വലിയൊരു ചോദ്യം അന്ന് ചോദിച്ചിട്ടുണ്ട് ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു. നമ്മൾ അധ്വാനിക്കേണ്ടവരാണ്, ആരെങ്കിലും തരട്ടെ എന്ന് വിചാരിച്ചല്ല നിൽക്കേണ്ടത്. അങ്ങനെ അധ്വാനശീലമുണ്ടാകുന്നത് ഒരു സമൂഹത്തിന്റെ ഏറ്റവും നല്ല അഭിമാനകരമായ നിലനിൽപ്പിന്റെ ഒരു അടയാളമാണ്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ ഒന്നാണ് എന്ന ചിന്തയാണ്. അൽ ഉമ്മ, നമ്മളൊരു ഉമ്മയാണ്, നമ്മളൊരു ഉമ്മത്താണ്, ഒരു സമുദായമാണ്. അതിപ്പോ ഇല്ലല്ലോ, പ്രത്യേകിച്ച് ഇനിയിപ്പോ രാഷ്ട്രീയ സംവിധാനങ്ങളാ. മുസ്ലിമീങ്ങളായ ആളുകൾ പല തട്ടുകളിൽ, പല രാഷ്ട്രീയ സംഘടനകളിൽ പലതരം വിപ്ലവ വാക്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഉമ്മത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആശയത്തിൽ വിശ്വസിക്കുന്ന നമ്മൾ 4 സംഘടനകളിലായി കിടക്കുകയാണ്. 4 കിടന്നിരുന്ന ആളുകൾ നമുക്കൊക്കെ ഒന്ന് ഒന്നായിക്കൂടെ, ഭാരതം എന്ന ഒരൊറ്റ വാക്യത്തിലേക്ക്, അല്ലെങ്കിൽ ഹൈന്ദവത എന്ന ഒരൊറ്റ ആശയത്തിലേക്ക് നമുക്ക് ഒന്നായിക്കൂടെ എന്ന് അവർ ചിന്തിക്കുമ്പോൾ നമുക്ക് 4ആയിക്കൂടെ എന്നാണ് നമ്മൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. എങ്ങനെ മുസ്ലിമായ അല്ലെങ്കിൽ മുസ്ലിമീങ്ങളായ ആളുകൾ ഇടപെടുന്ന സംഘടനകളെ, അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനങ്ങളെ എങ്ങനെ നമുക്ക് തകർക്കാൻ കഴിയും, അവരങ്ങ് തോൽപ്പിച്ച് ഉന്നം പാറിക്കാൻ കഴിയും, ഇതാണ് നമ്മൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. പിന്നെ എങ്ങനെ നമുക്ക് നിലനിൽപ്പുണ്ടാവുന്നത്? ഏത് സംഘടനകളായാലും, രാഷ്ട്രീയ സംഘടനകളോ ദീനീ സംഘടനകളോ എന്തോ ആകട്ടെ, മനുഷ്യരുണ്ടാക്കുന്നതിന് അപാകതകൾ ഉണ്ടാവും. മലക്കുകളല്ലല്ലോ മനുഷ്യന്മാർ, ആണോ? ഇല്ല. അപാകതകളെ തിരുത്തിയും പൊറുത്തും സഹിച്ചും തിരുത്തലുകൾ ഉപദേശം കൊടുത്തും ഒരുമിച്ച് എന്തായാലും നമുക്ക് ഭിന്നിച്ചുകൂടാ എന്ന ഒരൊറ്റ കേന്ദ്രബിന്ദുവിൽ ചിന്തിക്കേണ്ട നമ്മൾ ഉന്നം പാറി നടക്കുകയാണ്. നിങ്ങളുടെ കാറ്റ് പോകുമെന്ന് ഖുർആൻ പറഞ്ഞു. അതുപോലെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഉമ്മത്തൻ വാഹിദ, ആ ഒരു ചിന്തയിലേക്ക് നമുക്ക് തിരിച്ചു നടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കഴിയില്ല മുഅ്മിനെ. നമ്മൾ ഈ പറയുന്നതൊന്നും സാധ്യമാവാൻ പ്രയാസമാണ്. വനുരീദു അൻ നമുന്ന അലല്ലദീന സ്തുദ്ഇഫൂ ഫിൽ അർദ് വനജഅലഹും അഇമ്മതൻ വനജഅലഹുമുൽ വാരിസീൻ. ഇന്ന ഹാദിഹി ഉമ്മതുകും ഉമ്മതൻ വാഹിദ. നിങ്ങൾ മുസ്ലിമീങ്ങൾ എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്നവരാണ് നിങ്ങൾ. നിങ്ങൾ ഒരു ഉമ്മത്തികളാണ്, നിങ്ങൾ ഒന്നാണ്. വഅന റബ്ബുകും ഫഅബ്ദൂൻ, ഞാൻ നിങ്ങളുടെ രക്ഷിതാവും, അതുകൊണ്ട് നിങ്ങൾ എന്നെയാണ് ഇബാദത്ത് ചെയ്യേണ്ടത്. സൂറത്തുൽ അംബിയ അതേ ആശയം. وأن هذه أمتكم أمة واحدة وأنا ربكم فاتقون. നിങ്ങൾ ഒരു സമുദായമാണ്, അതുകൊണ്ട് നിങ്ങൾ എന്നെ ഭയപ്പെട്ട് ജീവിക്കണേ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ കലാം ഓതി പഠിപ്പിക്കാൻ. ഈ ഒരു ഉമ്മത്താണ്, നമ്മൾ ഒന്നാണ് എന്ന ആ ഒരു നല്ല ചിന്ത അള്ളാഹുവിന്റെ ഉമ്മത്തിന്, മുസ്ലിം ഉമ്മത്തിന് വിജയം കിട്ടാനുള്ള വഴി അത് തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ഒരുമയുടെ ചിന്തകൾ മുസ്ലിമീങ്ങളുടെ ഖൽബിലേക്ക് അള്ളാഹു തരട്ടെ. ഞാൻ ഒരാൾ അല്ല, നമ്മൾ എല്ലാം ഒരുമിച്ച്. അങ്ങനെയാണ് ശർഇന്റെ കാഴ്ചപ്പാട്, നമ്മൾ എന്ന കാഴ്ചപ്പാട്. അള്ളാഹു തആല 4 സംഘങ്ങളിലായിട്ട് അള്ളാഹു നമ്മളെ വിന്യസിച്ചിരിക്കുന്നത്. ഒന്ന് നമ്മൾ ഈ ഉമ്മത്താണ്, മറ്റൊന്ന് നമ്മൾ രാജ്യത്തിന്റെ ഭാഗമാണ്. നമ്മൾ ഏത് രാജ്യത്ത് താമസിക്കുന്നുണ്ടോ, ഭാരതമാണെങ്കിൽ ഭാരതം, വേറെ ഏത് രാജ്യമാണോ അവിടെ ഒരു മനുഷ്യൻ സ്വന്തം രാജ്യത്തോട് കൂറ് കാണിക്കേണ്ടവരാണ്. അതിനൊരുപാട് കാരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധ ഹബീബായ തങ്ങളാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോ മക്ക നഗരമേ, നീ എന്തൊരു മധുരമുള്ള നഗരമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നഗരവുമാണല്ലോ മക്ക നഗരമേ. മക്ക നഗരമേ, നിന്റെ ആളുകൾ എന്നെ പുറത്താക്കിയില്ലായിരുന്നെങ്കിൽ നിന്നെ വിട്ട് ഞാൻ എവിടെയും പോകുമായിരുന്നില്ല.
രാജ്യത്തോടുള്ള ജന്മനാടിനോടുള്ള ഹബീബിന്റെ പ്രതിബദ്ധത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകടിപ്പിച്ചു. 3, നമ്മുടെ അയൽവാസികൾ, നമ്മുടെ അയൽപക്ക ബന്ധങ്ങൾ. അനന്തരാവകാശ സ്വത്തിൽ പോലും അവകാശമുണ്ടാകുമോ എന്ന് തോന്നുമാർ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അയൽപക്ക ബന്ധങ്ങളുടെ പ്രത്യേകതകൾ, നിബിധങ്ങളെ, അതിന്റെ മഹത്വം പഠിപ്പിച്ചു കൊടുത്തു. പരിശുദ്ധ ഹദീസിൽ കാണാൻ കഴിയും. അയൽവാസികൾ. അപ്പോഴാണ് നമ്മളൊരു കറണ്ടിന്റെ ലൈന് നമ്മുടെ പറമ്പിന്റെ ഒരു മൂലയിലൂടെ കടന്നു, അത് ബുദ്ധിമുട്ടാണത്. സുബ്ഹാനല്ലാഹ്, ആ സാധുവിന് എത്ര വലിയ ഉപകാരമാണ് നമ്മൾ ചെയ്യുന്നത്. അത് ബുദ്ധിമുട്ടാണ്. ഒരു ബുദ്ധിമുട്ടില്ലെങ്കിലും പറയും അത് ബുദ്ധിമുട്ടാണ്. കിണറ്റിൽ വെള്ളമുണ്ടോ, ഞാനൊന്ന് 2 ബക്കറ്റ് വെള്ളം അല്ലെങ്കിൽ ഒരു മോട്ടർ അടിച്ചോട്ടെ, അതൊക്കെ അടിച്ചാൽ ഇനിയിപ്പോ ഒരു മാസം കഴിഞ്ഞ് വെള്ളം വറ്റിയാലോ. ഇപ്പൊ അടുത്തൊന്നും വറ്റുന്നല്ല, 1 മാസം കഴിഞ്ഞ് വറ്റിയാലോ. അതുകൊണ്ട് വേണ്ട. ഒരു അയൽവാസിക്ക് ഉപകാരം ചെയ്യാൻ കഴിയാത്തവർ, സ്വന്തം അയൽവാസിയുടെ വീട്ടിലേക്ക് ഒരു 4 അടി വഴി ഒരല്പം ഒരു വഴിയൊന്ന് നീക്കിക്കൊടുത്താൽ, ഒരു വാഹനം പോകാവുന്ന സൗകര്യത്തിലായാൽ എത്ര എന്റെ അയൽവാസി അങ്ങനെ സുഖിക്കണ്ട, അവൻ നടന്നു പോയാൽ മതി, ഞാൻ എൻ്റെ വീട്ടുമുറ്റത്തേക്ക് വാഹനത്തിൽ വരും. ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയാൽ എവിടെയാണ് നമ്മുടെ ഒരുമയുള്ളത്? നമ്മുടെ കുടുംബ ബന്ധങ്ങളാണ് മറ്റൊന്ന്. സ്വന്തം കുടുംബ ബന്ധം. ഉമ്മയും ഉപ്പയും സ്വർഗത്തിന്റെ വാതിലാണ്. അൽ വാലിദു ഔസതു അബ്വാബിൽ ജന്ന. സ്വർഗത്തിന്റെ വാതിലുകളിൽ ഏറ്റവും നടുവിലത്തെ വാതിൽ നിന്റെ ഉപ്പയാണ്. വേണമെങ്കിൽ നിലനിർത്തിക്കോ, അല്ലെങ്കിൽ നീ ഒഴിവാക്കിക്കോ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയെ സംബന്ധിച്ച് പറഞ്ഞു, ഉമ്മാന്റെ അരികത്ത് പോ, ഉമ്മായുടെ കാലിന്റെ താഴെ സ്വർഗമുണ്ട്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽസംഹാ ഫഇന്നൽ ജന്നത തഹ്ത ഖദമൈഹാ എന്ന് നബി തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് ഉമ്മാന്റെ കാലിന്റെ ചുവട്ടിൽ സ്വർഗമുണ്ട് എന്ന് പറയാൻ കാരണം, ചിലർ ആ ഒരു ഹദീസിനെ സംബന്ധിച്ച് അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, ഉമ്മയുടെ കാലിന്റെ താഴെയാണ് സ്വർഗം. ആ വാക്ക് ഹദീസല്ല എന്നാണ്, പക്ഷേ ആ ആശയം ഹദീസാണ്. ആ വാക്ക് ഹദീസല്ല എന്ന് വിചാരിച്ച് ഉമ്മയുടെ കാലിന്റെ താഴെ സ്വർഗമല്ല എന്നാണോ അതിന്റെ അർത്ഥം? അല്ലല്ല. നബി തങ്ങൾ ഉപയോഗിച്ച വാക്കതല്ല. ഇൽസംഹാ ഫഇന്നൽ ജന്നത തഹ്ത ഖദമൈഹാ, ഉമ്മയുടെ കാലിന്റെ താഴെ സ്വർഗമുണ്ട്. ആ ഉമ്മയും വാപ്പയും മോൻ കല്യാണം കഴിഞ്ഞാൽ മോനോട് കെഞ്ചുകയാണ്, മോനെ നീയും കുട്ടികളും ഇന്ന് ഒരു ദിവസം ഉമ്മാന്റെ ഉപ്പാന്റെയും കൂടെ ഒന്ന് താമസിക്കോ, നീ ഒന്ന് വരൂ, ഉമ്മാക്ക് നിന്നെ കാണാൻ കൊതിയായിട്ടുണ്ട്. പ്രായമായ വാപ്പയും ഉമ്മയും മക്കളോട് കെഞ്ചുകയാണ്. എങ്ങനെയാ വേണ്ടിയിരുന്നത്? ഉമ്മയെയും വാപ്പയെയും ഇടക്കിടക്ക് പോയി കണ്ടവർക്ക് ശുശ്രൂഷകളും ഖിദ്മത്തും ചെയ്തു കൊടുത്തു. ഉമ്മ, ഞാൻ ഇവിടെ നിൽക്കണോ, ഞാൻ വേറെ പോവണോ, ഉമ്മാക്ക് എന്താണ് സൗകര്യം, ഉമ്മ എന്റെ കൂടെ വരുന്നോ, ഞാൻ ഉമ്മയുടെ കൂടെ നിൽക്കണമോ എന്ന് ചോദിക്കേണ്ടതിന് പകരം ഉമ്മയും വാപ്പയും മക്കളോട് കെഞ്ചുകയാണ്, മോനെ നിന്റെ മക്കളെ കാണാൻ എനിക്ക് കൊതിയായി, മോനെ നീ എപ്പോഴാ വരിക, നീ എപ്പോഴാ നിന്റെ കുഞ്ഞുങ്ങളെ എനിക്കൊന്ന് കാണിച്ചു തരിക എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ശിഥിലമായിരിക്കുകയാണ്. കുടുംബ ബന്ധം, അയൽപക്ക ബന്ധം, നമ്മുടെ രാജ്യത്തോടുള്ള ബന്ധം, പിന്നെ നമ്മൾ ഒരു ഉമ്മത്താണെന്ന കാഴ്ചപ്പാട്, ഈ 4 ഒരുമിപ്പിക്കുന്ന ബന്ധങ്ങളിലാണ് അള്ളാഹു നമ്മെ വെച്ചിരിക്കുന്നത്. ആ ഒരുമ നമ്മുടെ ഖൽബിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ ഈ സമൂഹത്തിന് വിജയിക്കാൻ കഴിയില്ല. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞാൻ എന്ന് പറയുന്ന സിദ്ധാന്തത്തിനെതിരാണ്. ഒരാളും ഞാൻ എന്ന് പറയണ്ട, നമ്മളെല്ലാവരും അങ്ങനെയാണ്. ഇന്ന് അവകാശവാദങ്ങളാണ്, അത് ഞാനാണ്, അത് എന്റെ ആൾക്കാരാണ്, അത് എന്റെ സംഘടന, അങ്ങനെയൊന്നുമില്ല. നാം മുസ്ലിം ഉമ്മത്ത്, ഈ ഉമ്മത്തിന് ഒരുമിക്കാൻ കഴിയുന്ന ആയിരക്കണക്കിന് മേഖലകളുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങളുള്ളത് വളരെ ചെറിയ ചെറിയ വിഷയങ്ങളിൽ. ഒരുമിക്കേണ്ട നേരത്ത്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്ന സാഹചര്യം അടുത്തെത്തിയില്ലേ, നമ്മളങ്ങ് തമ്മിൽ തല്ലാണ്. എങ്ങനെ അതൊക്കെ പറയാണ്ടിരിക്കുക? നമ്മൾ ഇങ്ങനെ ആവേണ്ടവരാണോ? നമ്മളൊരു കലിമത്ത് തൗഹീദിന്റെ ആളുകളല്ലേ, നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടവരല്ലേ? പ്രത്യേകിച്ച് ഫാഷിസത്തിന്റെ കടന്നുകയറ്റം അതിശക്തമായ ഭീഷണി രാജ്യത്തിനുണ്ടാക്കുമ്പോ രാജ്യത്തിന്റെ സമാധാനത്തിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട ആളുകളാണ്. അപ്പോഴും ഭിന്നിപ്പ്, അപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരലും ചീത്ത പറയലും, നമ്മൾ തമ്മിൽ തന്നെ മുസ്ലിമീങ്ങളുടെ സമ്മതിദായവകാശം എങ്ങനെ ഭിന്നിപ്പിക്കാൻ കഴിയുമെന്ന് നമ്മളിൽ ചില ആളുകൾ തന്നെ, ഇതൊക്കെ വളരെ സങ്കടകരമാണ്. വിഷമത്തോടുകൂടെ പറയാണ്, നമ്മൾ ഇങ്ങനെ നിൽക്കേണ്ട ആളുകളായിരുന്നില്ല, നമ്മൾ ഇങ്ങനെയല്ല ആവേണ്ടത്. കലിമത്ത് തൗഹീദിന്റെ പേരിലെങ്കിലും നമുക്ക് ഒന്നിക്കാൻ കഴിയണ്ടേ? ഇതുപോലെയുള്ള സാഹചര്യങ്ങളിലെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ എന്നാ പറയേണ്ടത്?
നിസ്കാരത്തിൽ ഒരാൾ നിസ്കരിക്കുകയാണെങ്കിലും എന്താ പറയാ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിന്നെ മാത്രമാണ് റബ്ബേ ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നിൽ നിന്ന് മാത്രമാണ് റബ്ബേ സഹായങ്ങളെല്ലാം എത്തുന്നത്, നിന്നോടാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് റബ്ബേ, നിന്നോട് മാത്രം. ഞങ്ങൾ ഇയ്യാക നഅ്ബുദു, ഒരാൾ ഒറ്റയ്ക്ക് നിസ്കരിക്കാൻ ഇയ്യാക അഅ്ബുദു, റബ്ബേ നിന്നെ ഞാൻ ആരാധിക്കുന്നു പറഞ്ഞ നിസ്കാരം ശരിയാവോ? ഇല്ല. നീ ഒരാളാണെങ്കിലും ഞങ്ങൾ എന്ന് പറ. അതുകൊണ്ടാണ് ഫാത്തിഹയിൽ ഇയ്യാക നഅ്ബുദു, എനിക്ക് സന്മാർഗ ദർശനം മതി, ഇഹ്ദിനി. ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോ അങ്ങനെയും ജമാഅത്തായി നിസ്കരിക്കുമ്പോ ഇഹ്ദിന, അങ്ങനെയാണോ? നീ ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണെങ്കിലും സന്മാർഗം ഞങ്ങൾ എല്ലാവർക്കും താ റബ്ബേ, ഇഹ്ദിന. ഇത് പറയിപ്പിക്കുകയാണ് അല്ലാഹു. 5 നേരം ബാങ്ക് വിളിക്കുമ്പോ ജമാഅത്തിന് വാ. ഒരു മഹല്ലത്തിലെ മുഴുവൻ ആളുകളും ആ ജമാഅത്തിൽ ഉണ്ടാകും. ചെറിയ നിസ്കാര പള്ളിയാണെങ്കിലും, ഇവിടെ എന്താ സ്രാമ്പ്യ എന്ന് പറയും നിസ്കാര പള്ളിക്ക്, അല്ലെ? തെക്കോട്ടൊക്കെ തൈക്കാവ് എന്ന് പറയും, സ്രാമ്പ്യ. ചെറിയ നമസ്കാര പള്ളികൾ, കൊച്ചു മസ്ജിദുകൾ, ചെറിയ ചെറിയ പള്ളികൾ അസ്ർ നിസ്കാരം ളുഹുറൊക്കെ നടക്കും. ജുമുഅ നടക്കുമ്പോ ആ മഹല്ലത്തിലെ പ്രധാനപ്പെട്ട അൽ മസ്ജിദുൽ ജാമിഅ, ജുമുഅ നിസ്കരിക്കുന്ന പള്ളിക്ക് അതാണ് പറയാ അൽ മസ്ജിദുൽ ജാമിഅ. ആ പള്ളിയിൽ മഹല്ലത്തിലെ എല്ലാ കൊച്ചു പള്ളികളിലും നിസ്കരിക്കുന്നവർ ജുമുഅ നിസ്കരിക്കാൻ ഇവിടെ വരണം. ആഴ്ചയിൽ ഒരു കൂടലായി. കൊല്ലത്തിൽ അല്ലാഹു 30 ദിവസം ലോക മുസ്ലിമീങ്ങളെ മുഴുവനും ഒരു നേരത്തെ അല്ലാഹു ഒരു വിഷയത്തിൽ ഒരുമിച്ച് ചേർക്കുന്നുണ്ട്. അതാണ് ഇനി വരാൻ പോകുന്ന റമളാൻ. അതെങ്ങനെ? മഗ്രിബിന്റെ വാങ്ക് കൊടുക്കുമ്പോ ഏത് രാജ്യത്തോ ഏത് വീട്ടിലോ ഏത് നാട്ടിലോ ആയിക്കൊള്ളട്ടെ, മുസ്ലിമിന്റെ കയ്യിൽ കാരക്കയുണ്ട്, ബിസ്മില്ലാഹി ചൊല്ലി. ആ നേരം കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾ ഒരേ സമയം ബിസ്മി ചൊല്ലി കാരക്കയും വെള്ളവും കുടിക്കുന്ന ഒരു നേരമുണ്ട്. 30 ദിവസം എല്ലാ മുസ്ലിമീങ്ങളും ഒരുമിച്ച് ഒരേ കാര്യത്തിൽ അള്ളാഹു ഒരുമിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞൊരു ആഗോള സമ്മേളനം, പരിശുദ്ധമായ ഹജ്ജ്. കഴിയുന്ന മുഴുവൻ ആളുകളും അങ്ങോട്ട് വാ, അള്ളാഹുവിന്റെ തിരുമുറ്റത്തേക്ക് നമ്മളെ വിളിച്ചു ചേർക്കുകയാണ്. ഒരുമയാണ് ഇതൊക്കെ. നമസ്കാരം കഴിഞ്ഞിട്ട് ഇറങ്ങുക, എന്നിട്ട് പിന്നെ മഹല്ലത്തിനെതിരെ സിന്ദാബാദ് വിളിക്കുക. നമസ്കാരം കഴിഞ്ഞിട്ട് ഇറങ്ങുക, കമ്മിറ്റിക്കാർ തമ്മിലടി. എന്താ ഇതിന്റെ അർത്ഥം? ഒരു ഇമാമിന്റെ കീഴിൽ ഇന്നമാ ജുഇലൽ ഇമാമു ലിയുഅ്തമ്മ ബിഹി. ഇമാം എന്ന് പറയുന്നത് ആ ഇമാമാണ് നിയന്ത്രിക്കേണ്ടത്, ആ ഇമാമാണ് നേതൃത്വം നൽകേണ്ടത്. പിന്നിലുള്ള ആളുകൾ ഇമാമിനെ അനുസരിക്കേണ്ടവരാണ്. ഇത് 5 നേരം പഠിപ്പിക്കുന്നത് നേതൃത്വത്തെ ചീത്ത പറയരുതെന്നും നേതൃത്വത്തെ അംഗീകരിക്കണമെന്ന് പഠിപ്പിക്കാനാണ്. ഇതാണ് മുസ്ലിം ഉമ്മത്തിന്റെ സംസ്കാരം. 5 നേരം നമുക്കതിന് ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നേതൃത്വത്തിനെതിരെ അപവാദങ്ങൾ, അല്ലെങ്കിൽ ചീത്തവിളികൾ, അല്ലെങ്കിൽ അനുസരണക്കേടുകൾ, ഇങ്ങനെയൊക്കെ വരുമ്പോ എവിടൊക്കെയോ അഴിച്ചുപണികൾ അനിവാര്യമാണ്. മുഅ്മിനീങ്ങളെ, അഴിച്ചുപണി അനിവാര്യമാണ്. നമ്മുടെ മനസ്സുകൾ തമ്മിൽ യോജിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു പ്രാർത്ഥനയാണുള്ളത്. ഉമ്മത്തി ഉമ്മത്തി, എന്റെ ഉമ്മത്തികളെ എന്ന്. എന്റെ മോള് ഫാത്തിമ, തങ്ങൾ അങ്ങനെയല്ല വിളിക്കണത്. എന്റെ മോനെ, മരുമകനെ അലിയെ, എന്റെ മോനെ ഹുസൈനെ, ഹസനെ എന്നല്ല ഹബീബിന്റെ വിളിയാളം. ലികുല്ലി നബിയിൻ ദഅവത്തുൻ മുസ്തജാബ ഫതഅജ്ജല കുല്ലു നബിയിൻ ബിദഅവതി വഇന്നി ഇഖ്തബഅതു ദഅവതി ശഫാഅതൻ ലിഉമ്മതി എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ പ്രവാചകന്മാർക്കും ചോദിച്ചാൽ ഉടനടി ഉത്തരം കിട്ടുന്ന ഒരു പ്രാർത്ഥന അല്ലാഹു നൽകിയിരുന്നു. ആ പ്രാർത്ഥന എല്ലാ നബിമാരും ഈ ലോകത്ത് തന്നെ ഉപയോഗിച്ചു കഴിഞ്ഞു. എന്റെ പ്രാർത്ഥന ഞാൻ ഉപയോഗിച്ചിട്ടില്ല, അത് ഞാൻ പരലോകത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. ആ പ്രാർത്ഥന എന്താണ്? അല്ലാഹുവേ, എന്റെ ഉമ്മത്തികളിൽ പാപികൾക്ക് പുറത്തു കൊടുക്കണമേ. ഉമ്മത്തി, എന്റെ കുടുംബം, ഞാൻ എന്നല്ല നബി പറയുന്ന നബിയുടെ ദുആ, എന്റെ സമുദായമേ എന്നാണ്. അതിലൊക്കെ അല്ലാഹു നമ്മളൊക്കെ പെടുത്തി തരട്ടെ. ആമീൻ. യൗമ യദഉ ആദമുൻ വ അംബിയാ നഫ്സി 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 നഫ്സിയാ യൗമ യദഉ ഖൈറു ഖൽഖിൽ അംബിയാ ഉമ്മത്തി യാ ഉമ്മത്തി യാ ഖൗമിയാ. അമ്പിയാക്കന്മാർ ഓരോരുത്തരും എന്റെ ശരീരമേ, എന്റെ കാര്യമേ എന്ന് പറയുമ്പോഴാണ് എന്റെ ഉമ്മത്തികളെ എന്ന് വിളിച്ചു പറയുന്ന പരിശുദ്ധ റസൂലുള്ളാഹി. ഉമ്മത്തികൾ എന്ന ഭാവം, നമ്മൾ എന്ന ഭാവം
പരിശുദ്ധമായ ഖന്തക്ക് യുദ്ധം നടക്കുമ്പോ പൊട്ടിക്കാൻ കഴിയാത്തൊരു പാറക്കല്ല്, പാതിരാത്രി സമയം, സ്വഹാബത്തിന് ഇരുട്ടിന്റെ ഘനീഭവിച്ച ഇരുട്ടുകൊണ്ട് ഒന്ന് മലമൂത്ര വിസർജനത്തിന് പോലും പോവാൻ ധൈര്യം വരാത്ത ഇരുട്ടിന്റെ ഉള്ളിൽ അള്ളാഹുവിന്റെ ഹബീബിനോട് വന്ന് പറഞ്ഞു, നബിയേ, ഈ രാത്രി നമ്മൾ പാറ പൊട്ടിച്ചില്ലെങ്കിൽ നമ്മുടെ ഖന്തക്കിന്റെ പണിയങ്ങ് പാതി വഴിയിൽ നിന്നു പോകും. ഹബീബായ നബി തങ്ങൾ ഹാമർ എടുക്കുന്നു. ഹബീബിന്റെ പരിശുദ്ധമായ കൈകൊണ്ട് ആ പാറ പൊട്ടിക്കുകയാ ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വയറ്റിൽ 2 കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ട്. 2 കല്ലുണ്ട് വയറിന് ഭാരം തോന്നാൻ. വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് മുഅ്മിനെ, വിശപ്പിന്റെ കാഠിന്യമൊക്കെ കണ്ണൂർക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവോ എന്നറിയില്ല. മനസ്സിലാവോ? അള്ളാഹു റിസ്ക് വല്ലാത്ത ബർക്കത്ത് നടാൻ അള്ളാഹു ഇത് നിലനിർത്തി തരട്ടെ. ബറാത്തിന്റെ യാസീന് മുടങ്ങാതെ ഓതുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അൽഹംദുലില്ലാഹ്. പട്ടിണി കിടന്നിട്ടേ വയറിൽ കല്ല് വെച്ച് കെട്ടിയത് ഓരോരുത്തരും ഒരു കല്ല് നമ്മൾ കേട്ടിട്ടുണ്ട്. നബി തങ്ങൾ എത്രണ്ണം കെട്ടി? 2 കല്ല്. അപ്പോഴാണ് മഹാനായ ജാബിർ ഇബ്നു അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹു ചെറിയൊരു ഭക്ഷണം ഹബീബിന് കൊടുക്കാൻ വേണ്ടി ഭാര്യയോട് ചോദിക്കുന്നത്. വീട്ടിൽ ചെന്നിട്ട് ഭക്ഷണം വല്ലതുണ്ടോ? കുറഞ്ഞ മാംസവും കുറച്ച് മാവുണ്ട്, നബി തങ്ങൾക്ക് റൊട്ടി കൊടുക്കാം. നബിയെ, ഒന്ന് വീട്ടിലേക്ക് വരും നബിയെ, ഇത് കാണാൻ എന്നെ കൊണ്ട് വയ്യ, അങ്ങേക്കുള്ള ഭക്ഷണം എൻ്റെ അടുത്തുണ്ട്. ഞങ്ങൾ എന്താ ചോദിച്ചെന്നറിയോ? വഹദീ യാ ജാബിറു, ജാബിറേ, ഞാൻ ഒറ്റക്കോ? എന്നെ ഒറ്റക്ക് വിളിക്കുന്നുള്ളൂ, ഇവരൊക്കെ കൂടെ വേണ്ടേ? അവർക്കൊക്കെ വിശപ്പില്ലേ? നബിയെ, അതിന് മാത്രമുള്ള ഭക്ഷണം എന്റെ പുരക്കില്ല നബിയെ, അതുകൊണ്ടാ. അങ്ങും 2 കൂട്ടുകാരും വന്നോളി നബിയെ, സിദ്ദീഖ് എന്നവരും ഉമർ എന്നവരും. അത്രക്ക് മതി. ഉസ്താദും ഖത്തീബ് ഉസ്താദും സദർ ഉസ്താദും അത്രേ ഉള്ളൂ. മുല്ലാക്കെ ഇത്രേ പറ്റൂ നബിയെ, എൻ്റെ അടുത്ത് എന്തില്ല, എല്ലാവർക്കും ഇല്ല. തങ്ങളല്ലേ ഖന്തക്കിൽ വിളിച്ചു പറഞ്ഞത്, അസ്ഹാബി, എന്റെ സ്വഹാബികളെ എല്ലാരും വരി, ഇന്ന് ജാബിറിന്റെ വീട്ടിൽ ഭക്ഷണമുണ്ട്. സൊഫായിട്ട് 300 ആളാ ജാബിർ തങ്ങളുടെ വീട്ടിലേക്ക് വന്നത്. ഭാര്യ വിളിച്ചിരുന്നില്ലേ, എന്താ നിങ്ങൾ ചെയ്തത്? എല്ലാരോടും വരാൻ പറയേ. ഇല്ല പെണ്ണെ, ഞാൻ വിളിച്ചിട്ടില്ല, അള്ളാഹുവിന്റെ റസൂലിനോട് 2 ആളോടാ ഞാൻ പറഞ്ഞത്. പിന്നെ നബിയായിട്ട് വിളിച്ചു കൊണ്ടുവന്ന അതിന് പരിഹാരം തങ്ങൾ ചെയ്യും. അങ്ങനെയാണ് ഭക്ഷണം വർദ്ധിച്ച മുഅ്ജിസത്ത് അവിടെ ഉണ്ടായത്. എല്ലാരും ഭക്ഷണം കഴിച്ചു, ഭക്ഷണം ബാക്കിയായി. എന്താ നബിയുടെ നിലപാട്? വഹ്ദീ യാ ജാബിറു, ജാബിറെ, ഞാൻ ഒറ്റക്കോ? അല്ല, നമ്മളെല്ലാവരും. ഇതാണ് ഹബീബിന്റെ കാഴ്ചപ്പാട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഒരുമിച്ച് എന്ന കാഴ്ചപ്പാട്. അഭിപ്രായ വ്യത്യാസം ലോകത്തെവിടെ ഇല്ലാത്തത്? ഏത് മഹല്ലിലും ഈ ഇരിക്കുന്ന 10 ആളിൽ 10 ആൾക്ക് 10 അഭിപ്രായങ്ങൾ ഉണ്ടാവും അല്ലേ? എല്ലാവർക്കും സുസമ്മതനായ ഒരാൾ ലോകത്തുണ്ടാവില്ല, അങ്ങനല്ലേ? എന്നാൽ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഒരുമിക്കേണ്ട എല്ലാ മേഖലകളിലും എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മറന്ന് ഒരുമിക്കേണ്ടവരാണ് നമ്മൾ. വഹദ ഈ ഉമ്മത്തിന്റെ സ്വഭാവമാണ്. അള്ളാഹു തആല നമ്മുടെ ഖൽബുകളിൽ ആ ഒരുമ അള്ളാഹു നൽകട്ടെ. ഈ ഉമ്മത്തിന് കെട്ടുടപ്പോടുകൂടെ അള്ളാഹു നിലനിർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് ആവശ്യം അൽ അമൽ, അള്ളാഹുവിലുള്ള പ്രതീക്ഷയാണ്. പ്രതീക്ഷ വേണം. നമ്മൾ അധ്വാനിക്കുന്നു, നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നു, നമ്മുടെ കുടുംബം, നമ്മുടെ അയൽപക്കം, നമ്മുടെ രാജ്യം, അതുപോലെ തന്നെ നമ്മൾ എന്ന ഉമ്മത്തെന്ന ഭാവന, ഇതോടുകൂടെ നമ്മൾ നല്ല പ്രതീക്ഷയിൽ മുന്നോട്ട് നീങ്ങുക. അല്ലാഹു തആല നമ്മുടെ പ്രതീക്ഷകളെ അല്ലാഹു തആല സഫലമാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് യൂണിയൻ ഉണ്ട്, യൂറോപ്യൻ രാജ്യങ്ങൾക്ക് സിംഗിൾ കറൻസി ഉണ്ട്, യൂറോ. അവരുടെ സിംഗിൾ മാർക്കറ്റ് ഉണ്ട്, ഗ്ലോബൽ മാർക്കറ്റ് ഉണ്ട് യൂറോപ്പിന്. സിംഗിൾ വിസയുണ്ട് അവർക്ക്. ഒരു വിസ എടുത്താൽ ഒരുപാട് രാജ്യങ്ങൾ, യൂറോപ്പ് രാജ്യങ്ങൾ സന്ദർശിച്ചു വരാം. മുസ്ലിം രാജ്യങ്ങൾക്ക് അതൊന്നുണ്ടോ? ഇതൊരു വിഷയമാണ്. നമുക്കൊരു കറൻസി ആവാൻ പറ്റുന്നുണ്ടോ? നമുക്ക് ഇങ്ങനൊന്ന് ഒരുമിക്കാൻ പറ്റുന്നുണ്ടോ? ഇതൊരു വല്ലാത്ത വിഷയമാണ്. രാഷ്ട്രതന്ത്രജ്ഞന്മാരും രാഷ്ട്രമീമാംസകരും രാജ്യത്തിന്റെ നേതാക്കന്മാരും ഒരുമിച്ചിരുന്ന് ഈ ഉമ്മത്തിന്റെ അപജയത്തിന് പരിഹാരം കാണേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അല്ലാഹു ഉമ്മത്തിന് വഹ്ദത്ത് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ ഉമ്മത്തെ പ്രതീക്ഷ നൽകുന്ന ഈ ദീൻ പ്രതീക്ഷ നൽകുന്ന ദീനാണ്. അള്ളാഹുവിൽ വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്, വലിയ പ്രതീക്ഷയാണ്. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, പ്രതീക്ഷ നഷ്ടപ്പെടും. ഇനി ഖിയാമത്ത് നാളായില്ലേ, ഇനി കുറെ കള്ളുടിയന്മാരെ ഉണ്ടാവുള്ളൂ, നോക്കിയിട്ട് കാര്യമില്ല. അങ്ങനെയല്ല. ഖിയാമത്ത് നാൾ ആയോ ഇല്ലെന്ന് പാര പറഞ്ഞത് അതിന്റെ അല്ലേ? ഫീമ അൻത മിൻ ദിക്റാഹ, നബിയെ നിങ്ങൾക്ക് അതിന്റെ ഡേറ്റ് അറിയില്ല നബിയെ, അത് അള്ളാഹുവിനെ അറിയുള്ളൂ. പിന്നെ നമ്മൾ എങ്ങനെ കണക്കാക്കാം? ഖിയാമത്ത് നാൾ ആവും, അത് അള്ളാഹുവിന്റെ ഖളാ പോലെ നടക്കും. പക്ഷേ ഇനിയിപ്പോ ഇവിടെ നിന്ന് അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ, ഇനിയുള്ള കാലം ഇനി അങ്ങനെ, അതുകൊണ്ട് ഇനി നോക്കിയിട്ട് കാര്യമില്ല. അങ്ങനെയല്ല. നമ്മുടെ ചെറുപ്പക്കാരെ നന്നാക്കണം.
സങ്കടപ്പെട്ട് വാപ്പമാര് വന്ന് ദ്വാരക്കാൻ വേണ്ടി പറയാണ്, എന്റെ മോൻ കള്ളുകുടിയനായി പോയിട്ടുണ്ട് ഉസ്താദെ, ദ്വാരക്കാൻ വേണ്ടി പറയണമെന്ന്. യാ അല്ലാഹ്, എന്റെ മുഅ്മിനെ എവിടെ എത്തിപ്പോയി ഉമ്മത്തിന്റെ അവസ്ഥ. ഒരു വാപ്പയുടെ വിലാപമാണ്, എന്റെ മകൻ കള്ളുകുടി നിർത്തിയൊന്ന് നല്ല മോനാവാൻ ദുആ ചെയ്യണേ. അല്ലാഹു തആല മക്കളെ നന്നാക്കി കൊടുക്കട്ടെ. ആ ഉപ്പയുടെ കണ്ണിന് അല്ലാഹു കൺകുളിർമ നൽകുന്ന സന്തോഷം ആ മക്കളിൽ അല്ലാഹു കാണിച്ചു കൊടുക്കട്ടെ. ചെറിയ കുഞ്ഞായി പോറ്റി വളർത്തിണ്ടാക്കിയ മോനാണിത്. 10-18 വയസ്സാകുമ്പോഴേ രാത്രി 4 കാലിൽ വീട്ടിലേക്ക് കടന്നു വരുന്നത്. അല്ലാഹുവേ, എങ്ങനെയാ നമ്മുടെ ഉമ്മത്തിന്റെ അവസ്ഥ? ഇങ്ങനെ പോയാൽ എന്താകും? അവരെ നന്നാക്കിയെടുക്കാൻ കഴിയും, നന്നാക്കാൻ കഴിയും തീർച്ചയായും. മുത്തുനബിയോടല്ലേ വന്ന് പറഞ്ഞത്, നബിയെ എനിക്ക് വ്യഭിചാരം ഒഴിച്ച് ബാക്കിയെല്ലാം എനിക്ക് ക്ലിയർ ആ നബിയെ, അതെനിക്ക് ഒഴിവാക്കാൻ പറ്റൂല, വല്ല പരിഹാരമുണ്ടോ? ഹബീബിനോടാ വന്ന് പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ചിന്തിക്കാറുണ്ട്, നാട്ടിലെ ഒരു ഉസ്താദിനോട് പോയിട്ട് പറയാം